Which of the following options correctly identify the artificial and natural method of vegetative propagation? അതായത് ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡും ഉണ്ട്, നാച്ചുറൽ മെത്തേഡും ഉണ്ട്. പക്ഷേ ഇത് കറക്റ്റായിട്ടല്ല എഴുതിയിരിക്കുന്നത്. പക്ഷേ ഏതോ ഒരു ഓപ്ഷനിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇവിടെ നോക്കൂ, ഇപ്പോൾ എ എന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന എ ഓപ്ഷൻ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഈ ഒരു ഇതാണ് നമ്മളുടെ എ ഓപ്ഷൻ. ഓക്കെ, അപ്പം ഈ ഒരു എ ഓപ്ഷനിൽ ഇത് ആർട്ടിഫിഷ്യൽ മെത്തേഡ് തന്നെയാണോ, ഇത് നാച്ചുറൽ മെത്തേഡ് തന്നെയാണോ, അങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത്. ഈ ഓരോ ഓപ്ഷനിലും രണ്ടും കറക്റ്റായിട്ടാണോ, കറക്റ്റ് ഹെഡിങ്ങിൻ്റെ താഴെയാണോ ഉള്ളത് എന്നുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് എഴുതിയെടുത്തിട്ട് ആൻസർ ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് നോക്കാൻ. അപ്പോൾ നോക്കാം, നമ്മളുടെ രണ്ട് ഓപ്ഷൻസ്, ഓരോ ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ എടുക്കുകയാണെങ്കിൽ ഓപ്ഷൻ എയിലെ ഗ്രാഫ്റ്റിംഗ് എന്താണ്? ഗ്രാഫ്റ്റിംഗ് ഇസ് എൻ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. അപ്പോൾ ശരി, ഇത് ആർട്ടിഫിഷ്യൽ മെത്തേഡിൻ്റെ താഴെ തന്നെയാണ് ഉള്ളത്. ദെൻ കട്ടിങ് ഒരു നാച്ചുറൽ മെത്തേഡ് അല്ല, ഇറ്റ് ഈസ് ഓൾസോ എൻ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. അതുകൊണ്ട് ഇത് ശരിക്കും ഇതിൻ്റെ ഹെഡിങ്ങിൻ്റെ താഴെ അല്ലല്ലേ വരേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണ് ഗ്രാഫ്റ്റിംഗ്, എന്താണ് കട്ടിംഗ് എന്ന് നിങ്ങൾ അറിയണം. കട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒന്നുമില്ല. അപ്പോൾ നമ്മളൊരു പ്ലാന്റ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റെം എടുക്കും, അല്ലെങ്കിൽ റൂട്ട് എടുക്കും, അല്ലെങ്കിൽ അതൊക്കെ കട്ട് ചെയ്തിട്ട് നമ്മളൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ റോസിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ സ്റ്റെം കട്ടിംഗ് ആണ് നമ്മൾ കുഴിച്ചിടുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു മെത്തേഡിനെയാണ് കട്ടിംഗ് എന്ന് പറയുന്നത്. അതൊരു നാച്ചുറൽ മെത്തേഡിൽ ഉണ്ടാവുന്നതല്ല. ഓക്കെ, ദെൻ ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഇപ്പോൾ രണ്ട് വെറൈറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. ഒരു റെഡ് കളറുള്ള ഫ്ലവറും ഉണ്ട്, ഒരു വൈറ്റ് കളറുള്ള ഫ്ലവറും ഉണ്ട്. അത് രണ്ട് ചെടികളിലാണുള്ളത് അല്ലേ. അപ്പോൾ നമുക്കത് രണ്ടും കൂടി ഒരു ചെടിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്യും. അപ്പോൾ ഒരു പ്ലാന്റിനെ എടുക്കും, ആ പ്ലാന്റിനെ നമ്മൾ സ്റ്റോക്ക് എന്നാ പറയുക, മറ്റേതിനെ ഷിയോൺ എന്ന് പറയും. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? അതിൻ്റെ സ്റ്റെമ്മിൽ ഒരു കട്ട് ഉണ്ടാക്കും, ഇതിൻ്റെ ഒരു കട്ട് ഉണ്ടാക്കും, എന്നിട്ട് ആ ഒരു പാർട്ട് ജോയിൻ ചെയ്യും. എന്നിട്ട് അത് രണ്ടും കൂടി കെട്ടിക്കൂട്ടി വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് രണ്ടും കൂടി ജോയിൻ്റ് ആയിട്ടുണ്ടാകും. അങ്ങനെ അതിൽ സെയിം പ്ലാന്റിൽ തന്നെ നമുക്ക് വേറെ കിട്ടും. അതാണ് ഗ്രാഫ്റ്റിംഗ്. അപ്പോൾ ഇത് രണ്ട് ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്. ഇത് നാച്ചുറൽ മെത്തേഡിൻ്റെ താഴെ വന്നുകൊണ്ട് ഈ ഓപ്ഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. ദെൻ ലെയറിങ്. ഓക്കെ, ലെയറിങ് ആസ് എൻ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. ലെയറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു പ്ലാന്റ് സ്പീഷീസ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊരു പ്ലാന്റ് സ്പീഷീസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ വെച്ച് അതിനെ കട്ട് ചെയ്യും. ഈ സ്റ്റെമ്മിനെ എടുത്തിട്ട് നമ്മൾ സോയിലിൽ കുഴിച്ചിടും. ഓക്കെ, എന്നിട്ട് ഇവിടെ സോയിൽ കൊണ്ടൊരു മൗണ്ട് ഉണ്ടാക്കും, അങ്ങനെ കൂട്ടിയൊക്കെ വെച്ചിട്ട്. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ താനെ ഇവിടെ റൂട്ടിങ് വരും. ഇതാണ് നമ്മൾ ലെയറിങ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഇതൊരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ്, അതിവിടെ കൊടുത്തിട്ടുണ്ട്. ബൾബിൽ എന്താണ്? ബൾബിൽ ഇസ് എ നാച്ചുറൽ മെത്തേഡ്. കാരണം നമുക്കറിയാം ഫ്ലഷി ആയിട്ടുള്ള അഡ്വൻറ്റീഷ്യസ് ബഡ്സ് ഉണ്ടെന്ന് പുതിയതുണ്ടാവുന്നതിനെയാണ് നമ്മൾ ബൾബിൽസ് എന്ന് പറയുന്നത്. നമ്മളുടെ എഗ്ഗീവ് പ്ലാന്റിൽ അതേപോലെ തന്നെ എഗ്ഗീവിൽ ഉണ്ടാവുന്നുണ്ട്. ഇതിനെന്താ പറയുക? നമ്മൾ സെഞ്ചുറി പ്ലാന്റ് എന്നാണ് എഗ്ഗീവിനെ പറയുക, സെഞ്ചുറി പ്ലാന്റ്. ഈ എഗ്ഗീവിലൊക്കെ എന്താണ്? ബൾബിൾസ് വഴിയായിട്ടാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് വെജിറ്റേറ്റീവിൽ. അപ്പോൾ ഇത് നാച്ചുറൽ മെത്തേഡാണ്. അപ്പോൾ ഇത് കറക്റ്റ് ഹെഡിങ്ങിൻ്റെ താഴെ തന്നെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ ശരിയാണ്. ദെൻ ഓഫ്സെറ്റ്. ഓക്കെ, ഓഫ്സെറ്റ് ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡ് അല്ല, ഇറ്റ് ഈസ് എ നാച്ചുറൽ മെത്തേഡാണ്. അപ്പോൾ അത് ആർട്ടിഫിഷ്യലിൻ്റെ താഴെ വന്നുകൊണ്ട് ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യില്ല. ഓക്കെ, ദെൻ ട്യൂബേഴ്സ് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് എൻ ആർട്ടിഫിഷ്യൽ മെത്തേഡ്. നമ്മളുടെ പൊട്ടേറ്റോയിലൊക്കെ ട്യൂബേഴ്സ് ആണ്. ട്യൂബേഴ്സിൻ്റെ മുകളിൽ എന്തുണ്ടാകും? നോട്ട്സ് ഉണ്ടാകും. അത് ആർട്ടിഫിഷ്യലി ഉണ്ടാവുന്നില്ല, അത് നാച്ചുറലി ഉണ്ടാവുന്നതാണ്. പക്ഷേ അത് ആർട്ടിഫിഷ്യലിന് താഴെ വന്നുകൊണ്ട് ഇതും നമ്മൾ ചൂസ് ചെയ്യില്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഹെഡിങ്ങിൻ്റെ താഴെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇത് ചൂസ് ചെയ്യും. ഓപ്ഷൻ ബി ഇസ് ദി റൈറ്റ് ആൻസർ. കാരണം ലെയറിങ് ഇസ് എൻ ആർട്ടിഫിഷ്യൽ മെത്തേഡ് ആൻഡ് ബൾബിൽ ഇസ് എ നാച്ചുറൽ മെത്തേഡ്. റെഡി? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അഗെയിൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് കോളം വിത്ത് 1 with 2. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഇനി ഞാൻ പറയണ്ടല്ലോ, എല്ലാവരും വീഡിയോ പോസ് ചെയ്തിട്ട് മാച്ച് ചെയ്യുക. കറക്റ്റായിട്ടാണോ എന്നുള്ളത് നിങ്ങൾ ഓൺ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. മിക്കവാറും നിങ്ങൾ ചെയ്യുന്നത് കറക്റ്റായിരിക്കും. ഓക്കെ, ദെൻ സ്പോഞ്ച് ചെയ്താൽ വരിക. നമുക്കറിയാം സ്പോഞ്ചസിൽ ജെമ്യൂൾസ് ആണല്ലേ ഉണ്ടാവുക. ഇങ്ങനെ നിറയെ എന്തുണ്ടാകും? കുഞ്ഞു ഇൻറ്റേർണൽ ബഡ്സ് ഉണ്ടാകും അല്ലേ. ഇത് ഈ മൈക്രോപൈൽ റീജിയനിലൂടെ പുറത്ത് വന്നിട്ട് അതൊരു പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. അപ്പോൾ സ്പോഞ്ചിൽ ജെമ്യൂൾസ് ആണ്. ആൻഡ് ഈസ്റ്റിൽ നമുക്കറിയാം ഇറ്റ് ഇസ് ത്രൂ ബഡ്ഡിങ് ആണ്. ആൻഡ് പൊട്ടേറ്റോ ട്യൂബർ ആണ്. വാട്ടർ ഹാസൻഡ് ഓഫ്സെറ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് കറക്റ്റ് ഓപ്ഷൻ കിട്ടി. ഇനി അത് അങ്ങോട്ട് എഴുതി നോക്കാം.
എ എന്ന് പറയുന്നത് സ്പോഞ്ചിൽ ഏതാ ഞാൻ പറഞ്ഞത്? സ്പോഞ്ചിൽ ജെമ്മ്യൂൾ അല്ലേ? അപ്പോൾ എ 3 ആണ്. ആൻഡ് ബി ഏതാണ്? ബി ഈസ്റ്റ് 4 ആണ്. ഈസ്റ്റ് 4 ആണ്. ദെൻ സി എന്ന് പറയുന്നത് പൊട്ടേറ്റോ 1 ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് വാട്ടർ ഹാസിൻത് 2 ആണ്. ഇതാണ് എൻ്റെ കറക്റ്റ് ഓപ്ഷൻ അല്ലേ? അപ്പോൾ A3 വന്നിട്ടുള്ളത് ബിയും സിയും ആണ്. അപ്പോൾ ഇതുമല്ല ഇതുമല്ല അല്ലേ? ദെൻ ബി എനിക്ക് വേണ്ടത് 4 ആണ്. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ഇതിൽ B1 ആണ് പറഞ്ഞിരിക്കുന്നത്. B1 എന്ന് പറയുമ്പോൾ ഏതാണ്? ഈസ്റ്റ് ട്യൂബർ ആയിപ്പോവും. അതല്ല. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ സി. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ഇതല്ല, കാരണം B1 പറഞ്ഞുകൊണ്ട് ഇതുമല്ല. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ദാറ്റ് ഇസ് A3 സ്പോഞ്ച് ജെമ്മ്യൂൾ ഈസ്റ്റ് ബഡ്ഡിംഗ് പൊട്ടേറ്റോ ട്യൂബർ വാട്ടർ ഹാസിൻത് ഓഫ്സെറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചിട്ട് നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. Many plants are propagated vegetatively even though they bear seeds. Okay, അവർക്ക് സീഡ്സ് ഉണ്ടെങ്കിലും കുറേ പ്ലാന്റ്സ് വെജിറ്റേറ്റീവ്ലി ആണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. സോറി, ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2, സ്വീറ്റ് പൊട്ടേറ്റോസ് മൾട്ടിപ്ലൈ വെജിറ്റേറ്റീവ്ലി ബൈ റൂട്ട് ട്യൂബേഴ്സ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും വായിക്കുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ഓപ്ഷൻ എടുക്കുക. ഓപ്ഷൻ എ പറയുന്നത് 2 ശരിയാണ്. ഓപ്ഷൻ ഡി പറയുന്നത് 2 തെറ്റാണ്. ഓപ്ഷൻ ബി പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണ്. ഓപ്ഷൻ സി പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റാണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 തെറ്റാണെന്നാണ്. അല്ല, 1 ശരിയാണ്, തെറ്റാണ്, 2 കറക്റ്റാണ്. ഓക്കെ, ഏതാണ്? നോക്കൂ, മെനി പ്ലാന്റ്സ് പ്രൊപ്പഗേറ്റ് വെജിറ്റേറ്റീവ്ലി ഈവൻ ദോ ദേ ബെയർ സീഡ്സ് അല്ലേ? ചില പ്ലാന്റ്സിനൊക്കെ സീഡ്സ് ഉണ്ടെങ്കിലും അവർ വെജിറ്റേറ്റീവ്ലിയും എന്ത് ചെയ്യും? പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് ശരിയാണ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2, സ്വീറ്റ് പൊട്ടേറ്റോ മൾട്ടിപ്ലൈ വെജിറ്റേറ്റീവ്ലി ബൈ റൂട്ട് ട്യൂബേഴ്സ് അല്ലേ? റൂട്ട് ട്യൂബേഴ്സ് വഴിയായിട്ടാണ് സ്വീറ്റ് പൊട്ടേറ്റോ വെജിറ്റേറ്റീവ്ലി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇതും ശരിയാണ്. സോ ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following options show 2 plants in which new plantlets arise from the same organ? ഇതിൽ ഏത് ഓപ്ഷൻസിലാണ് പുതിയ പ്ലാന്റ്സ്, ഓക്കെ, പുതിയ പ്ലാന്റ്ലെറ്റ്സ് അറൈസ് ചെയ്യുന്നത് സെയിം ഓർഗനിൽ നിന്നുള്ളത്? റെഡി? ഡാലിയ ജിഞ്ചർ ആണോ? പൊട്ടേറ്റോ സ്വീറ്റ് പൊട്ടേറ്റോ ആണോ? ഡാലിയ ആൻഡ് റോസ് ആണോ? പൊട്ടേറ്റോ ആൻഡ് ഷുഗർ കെയിൻ ആണോ? ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കേണ്ട എന്താണ്? സെയിം ഓർഗനിൽ നിന്ന്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡാലിയ റോസ് എടുത്താൽ 2ഉം സെയിം ഓർഗനിൽ നിന്നായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? പുതിയ പ്ലാന്റ്ലെറ്റ്സ് അറൈസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ഡാലിയയിൽ എങ്ങനെയാണ്? ഡാലിയയിൽ ട്യൂബർ വഴിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ പ്ലാന്റ് സ്പീഷീസ് ഉണ്ടാകുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ത്രൂ ട്യൂബറാണ്. ജിഞ്ചറിലാണെങ്കിലോ റൈസോമാണ്. അപ്പോൾ ഇത് 2 ഡിഫറെൻറ്റ് ഓർഗൻസ് ആയില്ലേ? ആയി. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് വരില്ല. പൊട്ടേറ്റോ സ്വീറ്റ് പൊട്ടേറ്റോ. പൊട്ടേറ്റോയിൽ എങ്ങനെയാണ്? നോഡാണല്ലേ? നമ്മളുടെ ഈ ഐസിലുള്ള നോഡിൽ നിന്നാണ് പുതിയതുണ്ടാവുന്നത്, ബഡിൽ നിന്ന്. സ്വീറ്റ് പൊട്ടേറ്റോയിൽ എന്താണ്? റൂട്ട് ട്യൂബ്സ് ആണ് അല്ലേ? റൂട്ട് ട്യൂബറാണ്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇതും 2 ഡിഫറെൻറ്റ് ഓർഗൻസ് ആണ്. ഇതും വരില്ല. ദെൻ ഡാലിയ ആൻഡ് റോസ്. ഡാലിയയിൽ നമ്മൾ പറഞ്ഞു ട്യൂബർ ആണെന്ന്. ആൻഡ് റോസ് എന്താണ്? റോസ് ബൈ സ്റ്റെം കട്ടിംഗ് ആണ്. അപ്പം ഇതും വരില്ല. ദെൻ പൊട്ടേറ്റോയിൽ നമുക്കറിയാം ബഡ് നോഡിൽ നിന്നാണ് അല്ലേ? നോഡിലുള്ള ബഡിൽ നിന്നാണ് വരുന്നത്. ആൻഡ് ഷുഗർ കെയിനും നോഡാണ് അല്ലേ? അപ്പോൾ ഇതിൽ 2ഉം സെയിം ഓർഗൻസിൽ നിന്നാണ് പുതിയ സ്പീഷീസ് വരുന്നതുകൊണ്ട് സോ ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഫർ ടു ദ ഗിവൻ ഫിഗർ. ഐഡൻറ്റിഫൈ എക്സ്. എക്സ് എന്ന് ഉദ്ദേശിച്ചത് ഇതാട്ടോ, ഞാനിവിടെ എ എന്ന് എഴുതിയെന്നേ ഉള്ളൂ. ഐഡൻറ്റിഫൈ എക്സ്. ഇത് ഏതാണ് ഈ കാണിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ ഓഫ്സെറ്റ് ആണോ? ഓപ്ഷൻ ബി ഐസ് ആണോ? ഓപ്ഷൻ സി റണ്ണർ ആണോ? ഓപ്ഷൻ ഡി ബൾബാണോ? ഈ കാണിച്ചിരിക്കുന്ന സാധനം എന്താണ്? സിമ്പിളായിട്ട് കിട്ടുമല്ലേ? ഐസ് ആണിത്. കാരണം നമ്മൾ ഐസ് ഓഫ് പൊട്ടേറ്റോ നമ്മൾ എപ്പോഴും പറയുന്നത് ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ ഐസ് എന്ന് പറയുന്നത്. ഈ ഐസിലാണ് എന്തുള്ളത്? നമ്മളുടെ നോഡ് ഉള്ളത്. ഇത് നമ്മൾ നോഡെന്നും പറയാറുണ്ട്. ഈ നോഡ്സിനെയാണ് നമ്മൾ ഐസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ നോട്ട്സിലാണ് എന്തുള്ളത്? നമ്മളുടെ ബഡ് ഉള്ളത്. ഇതിൽ നിന്നാണ് പുതിയ പ്ലാന്റ്ലെറ്റ്സ് അറൈസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഐസ്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Fleshy buds produced in the axil of leaves which grow to form new plants when shed and fall on ground are called. Okay, fleshy buds. അതിൽ നിന്ന് പുതിയ പ്ലാന്റ്ലെറ്റ്സ് അറൈസ് ചെയ്യുന്നത് ഏത് മോഡ് ഓഫ് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ്? ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും എന്ത് മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണെന്ന് അറിയണം, എന്നാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. റെഡി? ബൾബ് ഏതാണ്? നമ്മളുടെ അനിയനിലും ഗാർലിക്കിലും ഒക്കെ അല്ലേ, അനിയനിലും ഗാർലിക്കിലൊക്കെ നമ്മൾ അണ്ടർഗ്രൗണ്ട് ബഡായിട്ടാണ് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുഴിച്ചിട്ട് കഴിഞ്ഞ് അതിൽ നിന്ന് എന്ത് വരും? പുതിയ ആക്സിലറി ബഡും പുതിയ പ്ലാന്റും ഒക്കെ വരും. അതാണ് നമ്മളുടെ ബൾബ്. ഓക്കെ, അത് നമ്മളുടെ ഉള്ളിയിലും വെളുത്തുള്ളിയിലൊക്കെ അങ്ങനെയാണുള്ളത്. ആൻഡ് ബൾബിൽസ് ഇസ് ദി കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് നല്ല ഫ്ലഷി ആയിട്ടുള്ളതായിരിക്കും. ലീഫിൻ്റെ ആക്സിസിൽ നിന്ന് വരുന്ന ഫ്ലഷി ആയിട്ടുള്ള ബഡായിരിക്കും. അത് സോയിലിൽ വീണ് കഴിഞ്ഞാൽ അത് പുതിയ സ്പീഷീസ് ആയിട്ട് മാറും. ഫ്ലഷി ബഡ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആക്സിൽ ഓഫ് ലീവ്സ്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കണം. ബൾബും ബൾബിലും മാറിപ്പോകരുത്. ബൾബ് നമ്മളുടെ അനിയൻ്റെയും ഗാർലിക്കിൻ്റെയും ഒക്കെ കേസിലാണ്. നമ്മളത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് എന്ത് വരും? പുതിയ ബഡ്സ് വരുന്നതാണ് ബൾബ്. ഓക്കെ, ബൾബിൽ എന്ന് പറയുന്നത് ഫ്ലഷി ബഡ്സ് ആണ്. ഓക്കെ, ലീഫ് ആക്സിസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലഷി ബഡ്സ് ആണ്. അത് കുഴിച്ചിടണം, മണ്ണിൻ്റെ ഉള്ളിൽ കുഴിച്ചിടണമെന്നൊന്നുമില്ല. അത് ലീഫ് ആക്സിസിൽ നിന്ന് വരുന്ന ഫ്ലഷി ബഡ്സ് ആണ്. ഇറ്റ് ഈസ് ബൾബിൽ. നമ്മൾ എഗേവ് പ്ലാന്റിലോ ഓക്സാലിസിലൊക്കെ ഇതാണ് ഓക്സാലിസ്. ഓക്കെ, ദെൻ സി ട്യൂബേഴ്സ്. ട്യൂബേഴ്സ് ആണോ? ട്യൂബേഴ്സ് അല്ല, നമ്മളുടെ പൊട്ടേറ്റോയുടെ കേസിലൊക്കെയാണ് നമ്മൾ ട്യൂബർ പറയുന്നത് അല്ലേ. ദെൻ ഓഫ്സെറ്റ് ആണോ? അത് വാട്ടർ ഹയാസിന്തിൻ്റെ കേസിലാണ്. വാട്ടർ ഹയാസിന്തിൽ വരുന്ന സിംഗിൾ ഇന്റർനോഡാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. ദെൻ ബൾബിൽ ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, ഒന്ന് കട്ട് ചെയ്യൊരു ഓപ്ഷൻ കറക്റ്റ് വേണ്ട, കട്ട് ചെയ്യേണ്ട, അതിൻ്റെ ഒരു ഓപ്ഷൻ കറക്റ്റാണ് നോക്കട്ടെ. ഓക്കെ, ശരിയാ, ഓക്സാലസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following organism has the highest number of chromosomes? Okay, ഏറ്റവും കൂടുതൽ ക്രോമസോംസ് ഉള്ളത് ഏത് ഓർഗാനിസംസിനാണ്? അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ട്? ഒരു ഇങ്ങനെ ക്രോമസോം നമ്പറിൻ്റെ ബേസിസിലുള്ള ഒരു ടേബിൾ ഉണ്ട്. അതേപോലെ തന്നെ ഓരോ ഓർഗാനിസത്തിൻ്റെയും ലൈഫ് പീരിയഡ് എത്രയാണെന്നുള്ളതും ഉണ്ട്. അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ദെൻ ഇതിൽ ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ക്രോമസോം നമ്പർ ഉള്ളത്? അതെന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ ക്രോമസോം നമ്പർ ഉള്ളത് ഫോർ ഒഫിയോഗ്ലോസം ആണ്. ഓക്കെ, ഒഫിയോഗ്ലോസത്തിന് 1260 അതിൻ്റെ ഡിപ്ലോയിഡ് കണ്ടീഷനിലുള്ള ക്രോമസോം നമ്പർ. ആൻഡ് ഫോർ ഹൗസ് ഫ്ലൈക്ക് ആണെങ്കിൽ ഇറ്റ് ഇസ് 12, ബട്ടർഫ്ലൈക്ക് 38 ആണ്. ഇതൊക്കെ ഡിപ്ലോയിഡ് കണ്ടീഷനാണ് കേട്ടോ. ദെൻ അനിയനാണെങ്കിൽ 16 ആണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ഒഫിയോഗ്ലോസത്തിനാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അമീബ ആൻഡ് പാരമീഷ്യം റീപ്രൊഡ്യൂസ് ബൈ ബൈനറി ഫിഷൻ. Buds are produced due to unequal division in parent body. Option C, encystation refers to the formation of two-layered hard covering around amoeba during unfavorable condition. Option D, spores are formed due to multiple fission and sporulation. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് ടു ബി ചൂസ്ഡ്. റെഡി? അപ്പം ഇതിൽ നിങ്ങൾക്ക് കുറച്ചൊരു അഡീഷണൽ നോളജ് വേറെ വരുന്നുണ്ടാകും. ഓക്കെ, ഇതാണ് ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സും ചെക്ക് ചെയ്യാം അല്ലേ. അമീബയും പാരമീഷ്യം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് ബൈനറി ഫിഷൻ വഴിയായിട്ടാണ്. ഇത് ശരിയാണ്. അപ്പോൾ ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ബൈനറി ഫിഷിൻ്റെ അവിടെ അമീബയും പാരമീഷ്യം അറിയുന്നതാണ്, എഴുതണ്ട. ദെൻ ബഡ്സ് ആർ പ്രൊഡ്യൂസ് ഡ്യൂ ടു അൺഈക്വൽ ഡിവിഷൻ ഇൻ പാരന്റ് ബോഡി അല്ലേ. അൺഈക്വൽ ഡിവിഷൻ നടന്നിട്ടാണ് ബഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈക്വലി അല്ല ഉണ്ടാവുന്നത്. ഏതെങ്കിലും ഒരു ഭാഗത്താണ് എന്തുണ്ടാവുന്നത്? പുതിയ ബഡ്സ് ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ അൺഈക്വൽ ഡിവിഷനാണ്. അപ്പോൾ ഇതും ശരിയാണ്. ദെൻ എൻസിസ്റ്റേഷൻ റെഫേഴ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ടു ലെയേർഡ് ഹാർഡ് കവറിങ്. ഇവിടെയാണ് നിങ്ങൾക്കൊരു പുതിയ നോളജ് ഉള്ളത്. എൻസിസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളുടെ അമീബയുടെ കേസിൽ അൺഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ അമീബ എന്ത് ചെയ്യും? എൻസിസ്റ്റഡ് കണ്ടീഷനിലേക്ക് പോകും. എൻസിസ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമീബ അവരുടെ ബോഡിക്ക് ചുറ്റും എന്ത് ഫോം ചെയ്യും? ഒരു 3 ലെയേർഡ് കവറിങ് ഫോം ചെയ്യും. ഓക്കെ, എത്ര ലെയറാണ്? ഇറ്റ് ഈസ് എ 3 ലെയേർഡ് കവറിങ്. 3 ലെയേർഡ് കവറിങ്. ഇത് അമീബയുടെ ഒറിജിനൽ ബോഡി. അതിന് ചുറ്റും ഒരു 3 ലെയർ കവറിങ്ങിലുള്ള
ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 2 ലെയേർഡ് എന്നാണ്. ഇറ്റ് ഈസ് നോട്ട് 2 ലെയർ, ഇറ്റ് ഈസ് 3 ലെയേർഡ് കവറിങ്. ഈ 3 ലെയേർഡ് കവറിങ് ഫോം ചെയ്തിട്ടാണ് അവർ എൻസിസ്റ്റേഷനിൽ പോകുന്നത്. അപ്പം ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻസിസ്റ്റേഷൻ എന്ന് പറയുന്നത്. അമീബ അൺഫേവറബിൾ കണ്ടീഷനിൽ ചെയ്യുന്നതാണ്. ആൻഡ് ഫേവറബിൾ കണ്ടീഷൻ ആകുമ്പോൾ എന്ത് ചെയ്യും, ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഇതിനുള്ളിൽ നിന്ന്, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അവർ കുഞ്ഞു കുഞ്ഞു അമീബൻ ഉണ്ടാക്കിയിട്ടുണ്ടാകും, അത് റിലീസ് ചെയ്യും. അത് റീപ്രൊഡക്ഷൻ്റെ ഒരു കേസിൽ അൺഫേവറബിൾ കണ്ടീഷനിൽ അമീബ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ 2 ലെയർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് 3 ലെയേർഡ്. Then option D, spores are formed due to multiple fission in sporulation. അല്ലേ, സ്പോർസ് അങ്ങനെയാണ്, മൾട്ടിപ്പിൾ ഫിഷൻ നടന്നിട്ട് ഒരുപാട് സ്പോർസ് ഉണ്ടാവണ്ടേ, മൾട്ടിപ്പിൾ ഫിഷൻ നടന്നിട്ടാണ് സ്പോറുലേഷൻ ഉണ്ടാകുന്നത്. ഇതും ശരിയാണ്. ആൻഡ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓപ്ഷൻ സി. അപ്പം നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2 ഫിഗർ തന്നിട്ടുണ്ട്. Which of the following option is correct for the given figures? ഈ ഓപ്ഷൻസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഗിവൻ ഫിഗർ ഉണ്ട്, ആ ഫിഗർ എന്ത് ചെയ്യുക, നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് മാത്രം ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓപ്ഷൻ എ ഹോമോഗാമി ഐസോഗാമി, ഓപ്ഷൻ ബി അനൈസോഗാമി ഐസോഗാമി, ഓപ്ഷൻ സി ഹെറ്ററോഗാമി അനൈസോഗാമി, ഓപ്ഷൻ ഡി ഐസോഗാമി ഊഗാമി. ഓക്കെ, അപ്പം ഇത് രണ്ടും എന്ത് കണ്ടീഷനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം, എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഇത് ഏതാണ് ഈ കണ്ടീഷൻ? നോക്കൂ, ഇത് രണ്ടും സ്ട്രക്ചറലി സിമിലർ ഗ്യാമേറ്റ്സ് ആണ്. സിമിലർ ഗ്യാമേറ്റ്സിന് നമ്മൾ പറയുന്നതാണ് ഐസോഗാമി. ഇവിടെയോ ഫീമെയിൽ ഗ്യാമേറ്റ് ഇസ് ലാർജർ ആൻഡ് നോൺ മോട്ടൈൽ, മെയിൽ ഗ്യാമേറ്റ് സ്മോളറും, ഇവർക്ക് എന്തുണ്ട്, ഫ്ലാജെല്ല ഉണ്ട്, അല്ല ഒരു ടെയിലുണ്ട്, ഫ്ലാജെല്ല അല്ല ഒരു ടെയിലുണ്ട്, അപ്പോൾ അത് മോട്ടൈലാണ്. അപ്പം ദിസ് ഈസ് ഹൂഗാമി. ഫീമെയിൽ ഗ്യാമേറ്റ് ലാർജറും മെയിൽ ഗ്യാമേറ്റ് സ്മോളും മോട്ടൈലും ആയിരിക്കും, അല്ലേ? അപ്പോൾ ഐസോഗാമി ഊഗാമി, ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഹോമോഗാമി ഐസോഗാമി അല്ല, അല്ലേ? അപ്പോൾ വൈ എന്താ, ഐസോഗാമി അല്ല, വൈ എന്ന് പറയുന്നത് ഐസോഗാമി അല്ല, അനൈസോഗാമി അല്ല, ഇറ്റ് ഇസ് ഊഗാമി, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a diploid parent plant body produce dash gametes and a haploid parent plant body produce dash gamete. അപ്പോൾ ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റ്സ് എന്തായിരിക്കും, ഒരു ഹാപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റ് ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാമേറ്റ്സ് എന്തായിരിക്കും, അതാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഡാഷ് ആൻഡ് ഡാഷ് എന്ന് പറയുന്നത് എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. നല്ലപോലെ നോക്കുക, ഗാമേറ്റ്സിൻ്റെത് എന്ത് കണ്ടീഷൻ ആയിരിക്കും, ഹാപ്ലോയിഡ് ആയിരിക്കുമോ ഡിപ്ലോയിഡ് ആയിരിക്കുമോ എന്ന് ആലോചിച്ചിട്ട് ആൻസർ ചെയ്യാം. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, അല്ലേ? കാരണം എന്തുകൊണ്ടാ, ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റ് ബോഡി ആയാലും ഹാപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റ് ബോഡി ആയാലും ഗാമേറ്റ്സ് ആർ ഓൾവേസ് ഹാപ്ലോയിഡ്. ഓക്കെ, ഡിപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റ് ബോഡിയിൽ മിയോസിസ് നടന്നിട്ട് എന്തുണ്ടാവും, മിയോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഉണ്ടാകും. ഹാപ്ലോയിഡ് ആയിട്ടുള്ള പാരന്റ് ബോഡി ആണെങ്കിൽ അവിടെ മൈറ്റോസിസ് നടക്കും. മൈറ്റോസിസ് നടന്നിട്ട് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഗാമേറ്റ്സ് ഉണ്ടാവും. either the parent body are haploid or diploid, gametes are always haploid. Okay, അപ്പോൾ ഓപ്ഷൻ ഡി is the correct answer. Next question, staminate flowers produce, okay, staminate flowers produce ചെയ്യുന്നത് എഗ് ആണോ, ആന്ത്രോസോയിഡ്സ് ആണോ, ഫ്രൂട്ട്സ് ആണോ, all of these ആണോ? സ്റ്റാമിനേറ്റ് ആണ് സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതാണ്? സ്റ്റാമിനേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, സ്റ്റെയ്മനുള്ള, അല്ലെ, മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് സ്റ്റെയ്മൻ. സ്റ്റെയ്മനുള്ള അല്ലെങ്കിൽ മെയിൽ 6 ഓർഗനുള്ള ഫ്ലവേഴ്സിനെയാണ് നമ്മൾ സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയാം. അപ്പം മെയിൽ 6 ഓർഗനുള്ള ഫ്ലവർ പ്രൊഡ്യൂസ് എന്തായിരിക്കും, മെയിൽ ഗാമേറ്റ്സ് ആയിരിക്കും. മെയിൽ ഗാമേറ്റ്സ് ആർ ആന്ത്രോസോയിഡ്സ്. ഫീമെയിൽ ഗാമേറ്റ് ആണ് എഗ്, അപ്പം ഇത് വരില്ല, അല്ലേ, ഇത് വരില്ല. ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ റീപ്രൊഡക്ഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതാണ് ഫ്രൂട്ട്. ഓൾ ഓഫ് ദീസ് അല്ല. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ആന്ത്രോസോയിഡ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, read the following statement and select the incorrect one.
ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ cucurbits and coconuts are monoecious plants. ഓപ്ഷൻ ബി papaya and date palms are dioecious plants. ഓപ്ഷൻ സി leeches and tapeworm are bisexual animals. ഓപ്ഷൻ ഡി sponges and coelentrates are unisexual animals. ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ അറിയേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. ഏതൊക്കെയാണ്? മൊണേഷ്യസ് ഉണ്ട്, മൊണേഷ്യസ്, ഡയേഷ്യസ്, ബൈസെക്ഷുവൽ, യുനിസെക്ഷുവൽ. ഇതൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയണം അല്ലേ? അപ്പോൾ മൊണേഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെയിം പ്ലാന്റിലാണ് ഉള്ളതെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതൊരു പ്ലാന്റ് ബോഡി ആണെങ്കിൽ ഞാൻ മെയിൽ ഫ്ലവറിനെ ബ്ലൂ കൊണ്ട് കാണിക്കാം. ഓക്കെ, മെയിൽ ഫ്ലവറും ഇത് മെയിൽ ഫ്ലവറാണേ, ആൻഡ് ഫീമെയിൽ ഫ്ലവറിനെ ഞാൻ പച്ച കൊണ്ട് കാണിക്കാം. മെയിൽ ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും സെയിം പ്ലാന്റിലുണ്ടെങ്കിൽ അതിന് ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ മൊണേഷ്യസ് എന്ന് പറയുന്നത്. ആൻഡ് ഡയേഷ്യസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു പ്ലാന്റ് ബോഡിയിൽ ഫീമെയിൽ ഫ്ലവറും വേറെ പ്ലാന്റ് ബോഡിയിലായിരിക്കും മെയിൽ ഫ്ലവറും ഉണ്ടാവുന്നത്. അതായത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണും ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണുള്ളെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഇസ് നോൺ ആസ് ഡയേഷ്യസ്. രണ്ടെണ്ണത്തിലാണുള്ളത്. ഓക്കെ, ആൻഡ് ബൈസെക്ഷൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം ഫ്ലവറിൽ, ഓക്കെ, ഒരു ഫ്ലവറിൽ എന്തുണ്ടാവുകയാണ്? രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസും. ഇപ്പോൾ ഇതൊരു ഫ്ലവർ ആണെന്ന് വിചാരിക്കാം, നമ്മളുടെ ചെമ്പരത്തി ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ചെമ്പരത്തിയിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടെങ്കിൽ, ഇപ്പം നമ്മളുടെ ചെമ്പരത്തി നോക്കിക്കഴിഞ്ഞാൽ അതെന്തുണ്ട്? പോളൻ ഗ്രെയിൻസും ഉണ്ട്, എഗ്ഗും അതിനകത്ത് തന്നെയാണുള്ളത്. ദാറ്റ് കണ്ടീഷൻ ഇസ് നോൺ ആസ് ബൈസെക്ഷുവൽ. രണ്ട് റീപ്രൊഡക്റ്റീവ് ഓർഗൻസും സെയിം ഫ്ലവറിലാണുള്ളതെങ്കിൽ, ഇത് സെയിം പ്ലാന്റ് ആണ്, ഇത് സെയിം ഫ്ലവറിലാണെങ്കിൽ ഇറ്റ് ഈസ് ബൈസെക്ഷുവൽ. യുനിസെക്ഷുവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓർഗൻസും ഡിഫറെൻറ്റ് ഫ്ലവേഴ്സിലാണുള്ളതെങ്കിൽ. ഓക്കെ, ഒരു ഫ്ലവറിൽ ഇതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, വേറെ ഫ്ലവറിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. അതാണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഇസ് യൂണിസെക്ഷുവൽ. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? കുക്കുർബിറ്റും കോക്കനട്ട്സും മൊണേഷ്യസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുക്കുർബിറ്റയിലും കോക്കനട്ടിലും രണ്ട് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗണും സെയിം പ്ലാന്റിൽ കാണുന്നുണ്ട് അല്ലേ? ശരിയാണ്, ദേ ആർ മൊണേഷ്യസ്. ഓക്കെ, ദെൻ പപ്പായ ആൻഡ് ഡേറ്റ് പാംസ് ആർ ഡയേഷ്യസ് പ്ലാന്റ്സ്. പപ്പായയും ഡേറ്റ് പാമ്പും ഡയേഷ്യസ് ആണെന്ന് പറയുമ്പം പപ്പായയിൽ എടുത്തുകയാണെങ്കിലും ഡേറ്റ് പാമ്പിൽ എടുത്തു കഴിഞ്ഞാലും അവർക്ക് മെയിൽ പ്ലാന്റും ഉണ്ടാവും ഫീമെയിൽ പ്ലാന്റും ഉണ്ടാകും. യെസ്, ദേ ആർ. അവർക്ക് മെയിൽ ഫ്ലവേഴ്സ് ഉണ്ട്. നമ്മുടെ പപ്പായനെ കണ്ടാൽ ചിലർക്കൊക്കെ മനസ്സിലാവും അതിൽ പൂവുണ്ടാവില്ല എന്ന് പറയും, കാരണം അത് മെയിൽ പ്ലാന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ എന്തുണ്ടാവില്ല? ഫ്രൂട്ട് ഉണ്ടാവില്ല എന്ന് പറയും. അപ്പം ദേ ആർ ഡയേഷ്യസ്. ലീച്ചസ് ആൻഡ് ടേപ്വാം ആർ ബൈസെക്ഷുവൽ ആനിമൽസ്. ഓക്കെ, നിങ്ങൾ ആനിമൽ കിങ്ഡത്തിൽ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ടാകും ടേപ്പ് വാമൊക്കെ. ടേപ്പ് വാമിൻ്റെ ഒക്കെ ബോഡിയിൽ എന്താണ്? രണ്ട് ഓർഗൻസും ഉണ്ട്. അതേപോലെ തന്നെയാണ് ലീച്ചസും. ദേ ആർ ബൈസെക്ഷുവൽ. അവരുടെ ബോഡിയിൽ രണ്ട് ഓർഗൻസും ഉണ്ടാകും. സ്പോഞ്ചസ് ആൻഡ് സീലൻഡ്രേറ്റ്സ് ആർ യൂണിസെക്ഷുവൽ ആനിമൽസ്. അവിടെയാണ് തെറ്റ്. സ്പോഞ്ചസും സീലൻഡ്രേറ്റ്സും ബൈസെക്ഷുവൽ ആണ്. They are not unisexual. Upon this is the wrong statement. So option D. Okay. Next question. Select the incorrect statement about external fertilization. ഇവിടെയും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനെ കുറിച്ച് പറയുന്നതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. Okay, option A, organisms showing external fertilization produce large number of male gametes only. Option B, external fertilization is very uncertain and requires synchrony between release of male and female gametes. Option C, it is replaced by internal fertilization in higher organisms as it wastes of energy and requires external medium like water. Option D, it occurs in most of the fishes and amphibians. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ്? ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് മാത്രം ചൂസ് ചെയ്യാം.
ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. കാരണം organism ഷോയിങ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ പ്രൊഡ്യൂസ് ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗാമീറ്റ്സ് ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൽ ഗാമീറ്റ്സ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യണത്, അല്ലെ, ഫീമെയിൽ ഗാമീറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. ദിസ് ഈസ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ഇസ് വെരി അൺസർട്ടൺ ആൻഡ് റിക്വയർ സിൻക്രണി വേണം, അല്ലേ? എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുമ്പം മെയിൽ ഗാമേറ്റ് റിലീസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാവണം, അല്ലെങ്കിൽ ഫീമെയിൽ ഗാമേറ്റ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ മെയിൽ ഗാമേറ്റ് ഉണ്ടാവണം. ആ ഒരു സമയം രണ്ടും സിൻക്രണൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കില്ല. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. Then option C, it is replaced by internal fertilization in higher organism. അല്ല, അത് എനർജിയും വേസ്റ്റ് ആണ്, വാട്ടർ പോലത്തെ മീഡിയം ഒക്കെ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഹയർ ഓർഗാനിസംസ് ലൈക്ക് ഹ്യൂമൻസിലൊക്കെ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. ശരിയാണ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഫിഷസ് ആൻഡ് ആംഫീബിയൻസ്, അല്ലേ? അക്വാറ്റിക് കണ്ടീഷനിൽ ജീവിക്കുന്ന ഫിഷസിലും ആംഫീബിയൻസിലൊക്കെയാണ് ഈ ഒരു എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ കൂടുതലായിട്ട് കാണുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓപ്ഷൻ A, that is organism showing external fertilization produce a large number of male gametes only എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെയിൽ ഗാമെറ്റ്സ് മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഫീമെയിൽ ഗാമെറ്റ്സ് ഉണ്ടാവുന്നുണ്ട്. അപ്പം ദിസ് ഇസ് ദി റോങ് സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If a fungal thallus has both male and female reproductive structure, it will be called. ഒരു ഫംഗൽ താലസിന് മെയിൽ ഗാമേറ്റ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറും ഉണ്ടെങ്കിൽ അതിന് എന്താണ് പറയുക? ഹെറ്ററോതാലിക് ആണോ, ഹോമോതാലിക് ആണോ, ഡൈഷ്യസ് ആണോ, മൊണേഷ്യസ് ആണോ? ഓക്കെ, താലസ് സ്ട്രക്ചർ ആണ് കേട്ടോ. എന്താ അതിനെ പറയുക? ഏതാണ്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ഹോമോതാലിക്. ഓപ്ഷൻ ബി ഇസ് ദി കറക്റ്റ് ആൻസർ. അതായത് നമുക്കറിയാം ഫംഗൽ ബോഡി എന്ന് പറയുന്നത് താലസ് ആണ്, അല്ലേ? അതിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടെങ്കിൽ ഹോമോതാലിക് ആണ്, ഒന്ന് തന്നെയാണുള്ളത്. ഹെറ്ററോ എന്ന് പറയുമ്പം രണ്ടും രണ്ട് ഡിഫറെൻറ്റിലാണ് ഉണ്ടാവുക. മെയിൽ ഗാമെറ്റ് ഒന്നിൽ, ഫീമെയിൽ ഗാമെറ്റിൽ വേറെ. ദാറ്റ് ഈസ് ഹെറ്ററോതാലിക്. ദിസ് ഈസ് ഹോമോതാലിക്. രണ്ടും ഒന്നിലാണുള്ളത്, ഹോമോതാലിക്. ഓക്കെ, ഡയേഷ്യസ് അല്ല. ഡയേഷ്യസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആർ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ്. മൊണേഷ്യസ് രണ്ടും ഒന്നിലാണ്, ഇതുമല്ല. ഫംഗസിൻ്റെ കേസിൽ നമ്മൾ പറയും ഇറ്റ് ഈസ് ഹോമോതാലിക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ ഇൻഡിവിജ്വൽ ഫ്രം എ ഫീമെയിൽ ഗാമേറ്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഇസ് ടേംഡ് ആസ്. ഫെർട്ടിലൈസേഷൻ നടക്കാതെ എഗ്ഗിൽ നിന്ന് ഡയറക്റ്റായിട്ട് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എന്താ പറയുക? സിംഗമി ആണോ, എംബ്രിയോജെനിസിസ് ആണോ, ഊഗ്യാമി ആണോ, പാർത്തനോജെനിസിസ് ആണോ? ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഫ്രം ഫീമെയിൽ ഗാമേറ്റ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, സിംഗമി എന്താണ്? സിൻ എന്ന് പറയുമ്പോൾ ബോത്ത്, അല്ലേ? ഗാമി എന്ന് പറയുമ്പോൾ ഫ്യൂഷൻ, യൂണിയൻ എന്നൊക്കെയാണ് മീനിങ്. ഇറ്റ് ഈസ് ദ ആക്ച്വൽ ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ഫ്യൂഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിൻഗമി എന്ന് പറയുന്നത്. അപ്പോൾ അതല്ല. ദെൻ എംബ്രിയോജെനിസിസ് എന്താണ്? സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എംബ്രിയോജെനിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമല്ല. ദെൻ ഊഗ്യാമി എന്താണ്? മെയിൽ ഗാമേറ്റ്, ഫീമെയിൽ ഗാമേറ്റ് ലാർജും നോൺ മോട്ടൈലും മെയിൽ ഗാമേറ്റ് സ്മോളും മോട്ടൈലും ആയിട്ടുള്ള ആ ഒരു ഗാമറ്റിക് ഫ്യൂഷനെയാണ് ഊഗ്യാമി എന്ന് പറയുന്നത്. ആൻഡ് ദ ആൻസർ ഇസ് ഡി, ദാറ്റ് ഈസ് പാർത്തനോജെനിസിസ്. എഗ്, അതായത് ഫീമെയിൽ ഗാമേറ്റ് ഡെവലപ്പ് ഇൻ ടു എംബ്രിയോ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. ഓക്കെ, വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ നടക്കാതെയുള്ള ഡെവലപ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർത്തനോജെനിസിസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഇസ് ദി correct answer. Next question. Refer the following figure and identify the type of gamete A, B, C. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അപ്പോൾ അതിലുള്ള ഗാമേറ്റ്സിനെ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാണ് വേണ്ടത്. ഓപ്ഷൻ എ തന്നിട്ടുണ്ട്, ഹെറ്ററോഗാമേറ്റ്, അങ്ങനെ പറയുമ്പോൾ എന്താ നോക്കുക മക്കളെ? ഇതിൽ ഹെറ്ററോഗാമേറ്റ്, ഐസോഗാമേറ്റ്, ഹോമോഗാമേറ്റ് അങ്ങനെയാണ്. അപ്പം ഇത് എ, ഇത് ബി, ഇത് സി, അങ്ങനെ വേണം നിങ്ങൾ നോക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം എല്ലാവരും ഇത് എന്ത് ചെയ്യുക? ഐഡൻറ്റിഫൈ ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ പിക്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഏതാണ് കറക്റ്റ് ആൻസർ? കിട്ടിയോ? അല്ലേ? ഇത് രണ്ടും എന്തല്ല,
ഇതെന്തായാലും ഹോമോഗ്യാമേറ്റ്സ് അല്ല. ഹോമോ എന്ന് പറയുമ്പോൾ സെയിം എന്നാണ്. അപ്പം ഇത് വരില്ല. ഓക്കെ, ഇതും ഹോമോഗ്യാമേറ്റ്സ് അല്ല, അതുകൊണ്ട് ഇതും വരില്ല. പിന്നെ നമുക്ക് 2 ഓപ്ഷൻസ് ഉള്ളത് സിയും ഡിയും ആണ്. ആൻഡ് ദിസ് ഇസ് ഐസോഗ്യാമേറ്റ്സ് അല്ലേ. ഇവിടെ ഇത് ഹോമോഗ്യാമേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഓപ്ഷൻ സിയിൽ ഇത് ഹോമോഗ്യാമേറ്റ്സും ഇത് ഐസോഗ്യാമേറ്റ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി ഐസോഗ്യാമേറ്റ് ആണോ? ഒരിക്കലല്ല, അത് രണ്ടും ഡിഫറെൻ്റ് ആണ് സ്ട്രക്ചർ. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഐസോഗ്യാമേറ്റ്. സോ ഓപ്ഷൻ ഡി ഈസ് ദി കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ദിസ് ഈസ് ഐസോഗ്യാമേറ്റ്. നമ്മൾ അതിന് ഐസോഗ്യാമസ് എന്ന് പറയും അല്ലേ. ഐസോഗ്യാമസ് എന്ന് പറയും. സ്ട്രക്ചറലി, ഫങ്ഷണലി ആൻഡ് ജെനറ്റിക്കലി ഗാമേറ്റ്സ് ആർ സിമിലർ. ഓക്കെ, ദെൻ ഹെറ്ററോഗ്യാമേറ്റ്സ്. ഹെറ്ററോ എന്ന് പറയുമ്പോൾ എന്താണ്? അവരുടെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. നോക്കൂ, ഫീമെയിൽ ഗ്യാമേറ്റ് ലാർജും മെയിൽ ഗ്യാമേറ്റ് സ്മോളും ആണ്. ഹെറ്ററോ ആണ്. ഇതിന് നമ്മൾ അനൈസോഗ്യാമസ് എന്നാണ് പറയുക. അനൈസോഗ്യാമസ്. ഓക്കെ, ദെൻ ഇതും സ്ട്രക്ചർ എന്താണ്? ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് ഹെറ്ററോഗ്യാമേറ്റ്. പക്ഷെ ഇവർക്ക് മോർട്ടാലിറ്റി ഉള്ളതുകൊണ്ട് ഇതിന് നമ്മൾ എന്ത് പറയും? ഇവർക്ക് മോർട്ടാലിറ്റി ഉള്ളതുകൊണ്ട് ദിസ് ഇസ് കോൾഡ് ആസ് oogamy. oogamy. ഇതിന് നമ്മൾ അനൈസോഗ്യാമി. This is called the isogamy. Okay, ഈ ഒരു കണ്ടീഷന് മാച്ച് ആയിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sexual reproduction is considered more beneficial than asexual reproduction because നമുക്കറിയാം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് വെൻ കമ്പയർഡ് ടു asexual reproduction. കാരണമാണ് നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത്. It is affected by adverse environmental conditions. B. Fertilization is a chance factor. C. It rapidly multiplies the population. D. It assists in evolution by producing variation. ഇതിൽ ഏതാണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് കുറച്ചുകൂടി ബെനിഫിഷ്യൽ എന്ന് നമ്മൾ പറയാനുള്ള ഒരു റീസൺ എന്നാണ് ക്വസ്റ്റ്യൻ. കിട്ടിയോ? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ ഒരു മെയിൻ ഫീച്ചറാണ് അതിൻ്റെ കാരണം അല്ലേ. ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി. ദാറ്റ് ഈസ് ഇറ്റ് അസിസ്റ്റ് ഇൻ എവല്യൂഷൻ ബൈ പ്രൊഡ്യൂസിങ് വേരിയേഷൻ അല്ലേ. വേരിയേഷൻ ഉണ്ടാക്കിയിട്ട് ഓരോ ജനറേഷനിലും വേരിയേഷൻസ് ഉണ്ടാക്കി എന്ത് ചെയ്യും? അപ്പം നമ്മളുടെ ആൻസിസ്റ്റേഴ്സിനെ നോക്കുമ്പോൾ അവരെങ്ങനെയായിരുന്നു? അവരുടെ സ്ട്രക്ചർ നമ്മളെപ്പോലെ അല്ല അല്ലേ. അവരുടെ ബോഡി നിറയെ ഹെയർസ് ആയിരുന്നു. അവരുടെ ഹെഡ് കുറച്ചുകൂടി പ്രൊജക്റ്റഡ് ആയിരുന്നു അല്ലേ. പല്ലൊക്കെ കുറച്ചും കൂടെ മുന്നോട്ട് നിൽക്കുമായിരുന്നു. ആൻഡ് അവരുടെ കൈയൊക്കെ എന്തായിരുന്നു? നല്ല ലെങ്തി ആയിരുന്നു അല്ല. ഒരു ആർബോറിയൽ ലൈഫിന് എന്തായിരുന്നു? മാച്ച് ആയിട്ടുള്ളതായിരുന്നു. അവർക്ക് എവല്യൂഷൻ വന്ന് പുതിയ വേരിയേഷൻസ് ഒക്കെ എഡീഷൻ ചെയ്താണ് ഇന്ന് കാണുന്ന നമ്മളുടെ രൂപത്തിലേക്ക് എത്തിയത് അല്ലേ. അപ്പോൾ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്തിന് കാരണമാവുന്നുണ്ട്? എവല്യൂഷന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈസ് മോർ ബെനിഫിഷ്യൽ വെൻ കമ്പയർഡ് ടു asexual reproduction. ആൻഡ് ഇതൊന്നുമല്ല, ദ ആൻസർ ഇസ് ഇറ്റ് അസിസ്റ്റ് ഇൻ എവല്യൂഷൻ ബൈ പ്രൊഡ്യൂസിങ് വേരിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇസ് ഓൾസോ നോൺ ആസ് സെക്ഷുവൽ റീപ്രൊഡക്ഷനെ നമ്മൾ എന്തുകൂടെ പറയും? ആംഫിമിക്സിസ്, സിൻജെനസിസ്, ആംഫിഗോണി ആൻഡ് ഓൾ ഓഫ് ദീസ്. എന്താണ് അല്ലേ? ഇറ്റ് ഈസ് ഓൾ ഓഫ് ദീസ്. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഈ 3 ടേംസ് നോട്ട് ചെയ്ത് വെക്കുക. ആംഫി എന്ന് പറയുമ്പോൾ എന്താണ്? ബോത്ത് അല്ലേ. മിക്സിസ് എന്ന് പറയുമ്പോൾ രണ്ട് ഗ്യാമേറ്റ്സിന് മിക്സിങ് ഉണ്ടാവുന്നുണ്ട്. ആംഫി മിക്സിസ് ഇസ് ഓൾസോ നോൺ ആസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. സിൻജെനസിസ്, സിൻ എന്ന് പറയുമ്പോൾ എന്താണ്? യൂണിയൻ ആണ് അല്ലേ. 2 എണ്ണത്തിൻ്റെ യൂണിയൻ ആണ്. എന്നിട്ട് പുതിയൊരു സ്പീഷീസ് ഉണ്ടാവുന്നതാണ്. സിൻജെനസിസ് എന്ന് പറയും. ആംഫിഗോണി, ആംഫി എന്ന് പറയുമ്പോൾ ബോത്ത് അല്ലേ. ഗോണി എന്ന് പറയുമ്പോൾ മാരേജ് എന്നൊക്കെയാണ് മീനിങ്. ഓക്കെ, 2 എണ്ണത്തിൻ്റെ യൂണിയൻ അല്ലെ, 2 എണ്ണത്തിൻ്റെ എന്താണ്? മാരേജ് എന്നൊക്കെ പറയാം. ആൻഡ് ഇതിന് 3 നമ്മൾ എന്താ പറയുക? സെക്ഷുവൽ റീപ്രൊഡക്ഷനെ പറയും. ആംഫിഗോണി, ആംഫിജെനസിസ് ആൻഡ് സിൻജെനസിസ് ആൻഡ് ആംഫിമിക്സിസ്. സെക്ഷുവൽ റീപ്രൊഡക്ഷനെ പറയുന്ന 3 ടേംസ് ആണ് ആംഫിമിക്സിസ്, സിൻജെനസിസ്, ആംഫിഗോണി. ഓൾ ഓഫ് ദീസ് ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The growth phase of an organism before attaining sexual maturity is referred to as. അപ്പം നമുക്കറിയാം ഒരു ഓർഗാനിസത്തിന് ഡിഫറെൻറ്റ് ഫേസസ് ഉണ്ട് അല്ലേ. ജുവനൈൽ ഫേസ് ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ട്, സെനസെൻറ്റ് ഫേസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ ഗ്രോത്ത് ഫേസിന്, സെക്ഷുവൽ മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പുള്ള ഗ്രോത്ത് ഫേസിന് നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ എ ജുവനൈൽ ഫേസ്, ഓപ്ഷൻ ബി വെജിറ്റേറ്റീവ് ഫേസ്, ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദിസ്.
ഏതാണ്? നമുക്കറിയാം ഇറ്റ് ഈസ് ജുവനൈൽ ഫേസ് അല്ലേ. നമ്മൾ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പ്, നമ്മൾ ജനിച്ച് ആ ഒരു സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പുള്ള ആ പീരിയഡിനെ നമ്മൾ ജുവനൈൽ ഫേസ് എന്നാ പറയാം. ഇൻ ദി കേസ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ഫേസ് ഇസ് നോൺ ആസ് വെജിറ്റേറ്റീവ് ഫേസ്. അവർ സെക്ഷൽ ഫേസ് എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സെക്ഷലി മെച്യൂർഡ് ആവുന്നതിന് മുമ്പുള്ള പ്ലാന്റ്സിൻ്റെ ആ ഒരു ഗ്രോത്ത് ഫേസിനെയാണ് നമ്മൾ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത്. അപ്പം ബോത്ത് എ ആൻഡ് ബി ഇസ് ദി കറക്റ്റ് ആൻസർ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. അപ്പം ഇങ്ങനെ കാണുമ്പം, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ജുവനൈൽ ഫേസ് ആണ് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ വേഗം നമ്മൾ പോയി ഓപ്ഷൻ എ എടുക്കും അല്ലേ. അപ്പോൾ അതേ കിടക്കുന്നു ഇവിടെ ഒരു വെജിറ്റേറ്റീവ് ഫേസ് കൂടി ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഒക്കെ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് മാത്രം ആൻസർ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ മോണോകാർപ്പിക് പ്ലാന്റ് ഔട്ട് ഓഫ് ദീസ്. ഇതിൽ ഏതാണ് മോണോകാർപ്പിക് പ്ലാന്റ്? ഓക്കെ, മോണോകാർപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രൂട്ടിങ് അല്ലെങ്കിൽ ഫ്ലവറിങ് വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം ആണ്. ഫ്ലവറിങ് വൺസ് ഇൻ ദെയർ ലൈഫ് ടൈം ആൻഡ് ഡെത്ത് ഉണ്ടാകും അവർക്ക്. ഓക്കെ, അവർ ഒറ്റ ടൈമിൽ, അവരുടെ ലൈഫ് ടൈമിൽ ആകെ ഒറ്റ തവണ ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞെങ്കിൽ അത് നശിച്ചു പോകും, അത് ഡൈ ആവും. അത് ഏതാണ് ഇതിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബാംബു, ലിച്ചി, മാംഗോ, ഓൾ ഓഫ് ദീസ്. ഇതിൽ ഏതാണ് ഒറ്റ തവണ മാത്രം ഫ്ലവറിങ് നടന്നിട്ട് ഡെഡായി പോകുന്നത്? ഏതാണ്? ഇറ്റ് ഈസ് ബാംബു സ്പീഷീസ്. ബാംബു സ്പീഷീസിനെ നോട്ട് ചെയ്ത് വെക്കുക. ബാംബുവിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ദേ ആർ മോണോകാർപ്പിക്. അവരുടെ ലൈഫ് ടൈമിൽ അവർക്കൊരു 150 ഇയേഴ്സോളം അവരുടെ ലൈഫ് ടൈം ഉണ്ട്. അതിൽ അവരൊറ്റ തവണ എപ്പോഴെങ്കിലുമൊക്കെ എന്തുണ്ടാവുള്ളൂ? ഫ്ലവറിങ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ അത് അവർ ഡെഡ് ആവും. ദെൻ ലിച്ചി എന്ന് പറയുന്നത് നമ്മളുടെ റംബൂട്ടാനാണ്. റംബൂട്ടാൻ അത് എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഒരു പെരിനിയൽ സ്പീഷീസാണ്. പെരിനിയലാണ്, പോളികാർപ്പിക് ആണ്. ഓക്കെ, പോളികാർപ്പിക്. നമുക്ക് മോണോകാർപ്പിക്കും ഉണ്ട്. ലൈഫ് ടൈമിൻ്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? മോണോകാർപ്പിക് എന്നും പോളികാർപ്പിക് എന്നും ഡിവൈഡ് ചെയ്യാം. പോളികാർപ്പിക്, അതിൽ മോണോകാർപ്പിക്കിൽ വരുന്നവരാണ്, പോളികാർപ്പിക്കിൽ വരുന്നവരാണ് ആരൊക്കെ? നമ്മളുടെ ആനുവൽ പ്ലാന്റ്സും ബൈആനുവൽ പ്ലാന്റ്സും വരുന്നത്. വർഷത്തിൽ ഒരു തവണ പൂവിട്ടിട്ട് അത് ഡെഡ് ആവുന്ന പ്ലാന്റ്സും അത് നശിച്ചു പോകുന്നത് 2 വർഷം കൊണ്ട് ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് ഡെഡ് ആവുന്നത് മോണോകാർപ്പിക് ആണ്. പോളികാർപ്പിക്കിൽ വരുന്നതാണ് നമ്മളുടെ പെരിനിയൽ പ്ലാന്റ്സ്. പെരിനിയൽ എല്ലാ സീസണിലും ഒരു പീരിയഡ് ഇടവിട്ട് ഫ്ലവറിങ് ഉണ്ടാവുന്നതാണ് പോളികാർപ്പിക്. ഇതിൽ ബാംബു മോണോകാർപ്പിക് ആണ്, ലിച്ചി പോളികാർപ്പിക് ആണ്, മാംഗോ പോളികാർപ്പിക് ആണ്. ദ റൈറ്റ് ആൻസർ ഇസ് ബാംബു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനസെൻസ് ഫേസ് കനോട്ട് ഒബ്സർവ്ഡ് ഇൻ. ഓക്കെ, നമ്മളുടെ ലൈഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ നമ്മളെല്ലാം, ഇപ്പോൾ പ്ലാന്റ്സിലാണെങ്കിലും ആനിമൽസ് ആണെങ്കിലും നമ്മൾ പറയും ഒരു ജുവനൈൽ ഫേസ് ഉണ്ട്, ഇത്രയാണ് സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്നത് വരെയാണ് ജുവനൈൽ ഫേസ്. അത് കഴിഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഫേസ് കഴിയുമ്പോൾ എന്തുണ്ടാകും? സെനസെൻറ്റ് ഫേസ് ഉണ്ടായി, അത് ഡെഡ് ആവും എന്ന് പറയും അല്ലേ. അങ്ങനെ നമുക്കൊരു ക്ലിയർ കട്ടായിട്ടുള്ള ഈ 3 ഫേസും പറയാൻ പറ്റാത്തത് ആരുടെ കാര്യത്തിലാണ്? ആനുവൽ പ്ലാന്റ്സ് ആണോ, പെരിനിയൽ പ്ലാന്റ്സ് ആണോ, ബൈനിയൽ പ്ലാന്റ്സ് ആണോ, എഫിമെറൽ പ്ലാന്റ്സ് ആണോ? അപ്പോൾ നമ്മളതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? ആരുടെ കേസിലാണ്? ഇറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് പെരിനിയൽ പ്ലാന്റ്സ്. കാരണം ഇപ്പം നമ്മളുടെ ലൈഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പം മനുഷ്യർ ഒരു ആവറേജ് ഒരു 100 ഇയേഴ്സ് ജീവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരു 15 വയസ്സ് വരെ, ഇപ്പോഴത്തെ കേസിൽ ഒരു 10 വയസ്സ് വരെയൊക്കെ എന്താണ്? ജുവനൈൽ ഫേസ് ആണ്. അത് കഴിഞ്ഞ് ഒരു 40-50 വരെ റീപ്രൊഡക്റ്റീവ് ഫേസ് ആണ്. അത് കഴിഞ്ഞ് സെനസെൻറ്റ് ഫേസ് ആണെന്ന് നമ്മൾ പറയും അല്ലേ. അപ്പം നമ്മളുടെ കേസിൽ അങ്ങനെ ഒരു ക്ലിയർ കട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതേപോലെ ആനുവൽ പ്ലാന്റ്സിൻ്റെ കേസിൽ, ആനുവൽ പ്ലാന്റ്സിൻ്റെ അടുത്ത കേസിൽ എന്താണ്? അവർക്ക് ഒരു വർഷം 1 ഇയർ ആണ് അവരുടെ ലൈഫ് ടൈം അല്ലേ. അപ്പോൾ ആ ലൈഫ് ടൈം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര പീരിയഡാണ് അവരുടെ വെജിറ്റേറ്റീവ്, അത് കഴിഞ്ഞാൽ സെക്ഷൽ, അത് കഴിഞ്ഞാൽ അത് ഡെഡ് ആവും അല്ലേ. അങ്ങനെ നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റും. ബൈനിയൽ പ്ലാന്റ്സിലോ 2 ഇയേഴ്സ് ആണ് അവരുടെ ലൈഫ് ടൈം. അപ്പോൾ അതിലും നമുക്ക് പറയാം ഇത്ര ഇയർ ഇതാണ്, ഇത്ര സമയം അവരുടേത് എന്താണ് വെജിറ്റേറ്റീവ് ആണ്, ഇത്ര സമയം റീപ്രൊഡക്റ്റീവ് ആണ്, അത് കഴിഞ്ഞാൽ സെനസെൻ്റ് ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ പെരിനിയൽ പ്ലാന്റ്സിൻ്റെ കേസിൽ അവർ എല്ലാ സീസണിലും ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഇടവിട്ട് അവരിൽ ഫ്ലവറിങ് റീപ്രൊഡക്റ്റീവ് ഫേസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അവർക്ക് എന്തുണ്ടാവുന്നില്ല? അവർക്കൊരു ഡെത്ത് ഉണ്ടാവുന്നില്ല. അപ്പോൾ എല്ലാ ഫേസിലും അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഇടവിട്ട് അവർക്ക് റീപ്രൊഡക്റ്റീവ് ഫേസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കേസിലാണ് നമുക്കൊരു ക്ലിയർ കട്ട് ഫേസ് നമുക്ക് പറയാൻ പറ്റാത്തത്. ദാറ്റ് ഇസ് ഇൻ ദ കേസ് ഓഫ് പെരിനിയൽ പ്ലാന്റ്സ്. നമ്മളുടെ മാംഗോ,
ജാക്ക് ഫ്രൂട്ട്, ഇതൊക്കെ ആരാണ്? പെരിനിയൽ പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Strobilanthes kunthiana flowers once in. ഓക്കെ, Strobilanthes kunthiana ആരാണ്? നമ്മളുടെ നീലക്കുറിഞ്ഞിയാണ്. നീലക്കുറിഞ്ഞി. ഈ നീലക്കുറിഞ്ഞി എത്ര വർഷത്തിനിടയ്ക്കാണ് ഫ്ലവറിങ് നടക്കുന്നത്? 5 years, 12 years, 20 years, 50 years. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലേ? എത്ര വർഷത്തിനിടയ്ക്കാണ് ഈ നീലക്കുറിഞ്ഞി പൂവിടുന്നത്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് 12 years. 12 വർഷത്തിലൊരിക്കലാണ് നമ്മളുടെ നീലക്കുറിഞ്ഞിയിൽ ഫ്ലവറിങ് ഉണ്ടാകുന്നത്. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ഇടുക്കി മൂന്നാർ റീജിയനിലൊക്കെ ഈ നീലക്കുറിഞ്ഞി ഫ്ലവർ ചെയ്യുമ്പോൾ എന്താണ്, ആ ഒരു താഴ്വര മുഴുവൻ ബ്ലൂ കളറായിരിക്കും അല്ലേ? അത് കാണാൻ ആ സമയത്ത് നല്ല എന്താ പറയുക, ഫോറിനേഴ്സും വിസിറ്റേഴ്സും ഒക്കെ ആ ഒരു ഭാഗത്ത് വരാറുണ്ട്. അപ്പം അത് എന്താണ്, ഇറ്റ് ഈസ് 12 years ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Strobilanthes kunthiana differs from bamboo in. ബാംബുവിൽ നിന്ന് Strobilanthes kunthianയ്ക്കുള്ള ഡിഫറൻസ് എന്താണ്? ബീങ് മോണോകാർപ്പിക് ആണോ? ലെങ്ത് ഓഫ് ജുവനൈൽ ഫേസ് ആണോ? ബീങ് പോളികാർപ്പിക് ആണോ? നൺ ഓഫ് ദീസ്. ഇതൊന്നും അല്ലയോ? എന്താണ് Strobilanthes kunthianaനെ ബാംബു സ്പീഷിയിൽ നിന്ന് ഡിഫറെൻ്റ് ആക്കുന്നത്? എന്തുകൊണ്ടാണ് അല്ലേ? ലെങ്ത് ഓഫ് ജുവനൈൽ ഫേസ് ആണ്. അതിൽ ഫ്ലവറിങ് നടക്കുന്നതിന് ഇത്രയും വർഷം, ഒരു 12 വർഷം കഴിഞ്ഞിട്ടാണ് അതിൽ ഫ്ലവറിങ് നടക്കുന്നത്. അപ്പോൾ ആ ജുവനൈൽ ഫേസ് ആണ് അത്രയും നടക്കുന്നത് അല്ലേ? അപ്പോൾ ആ ലെങ്ത് ഓഫ് ജുവനൈൽ ഫേസ് ആണ് നമ്മളുടെ ബാംബു സ്പീഷീസിൽ നിന്ന് അതിനെ വേർതിരിച്ച് നിർത്തുന്നത്. ബീങ് മോണോകാർപ്പിക് അല്ല അല്ലേ? ബീങ് പോളികാർപ്പിക് അല്ല, ആൻഡ് നൺ ഓഫ് ദീസ് അല്ല. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ജുവനൈൽ ഫേസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസ്ട്രസ് സൈക്കിൾ ഇസ് റിപ്പോർട്ടഡ് ഇൻ. ആരിലാണ് ഈസ്ട്രസ് സൈക്കിൾ കാണുന്നത്? കൗ ആൻഡ് ഷീപ്പ് ആണോ? ഹ്യൂമൻ ആൻഡ് മങ്കീസ് ആണോ? ചിമ്പാൻസി ആൻഡ് ഗൊറില്ല? നൺ ഓഫ് ദീസ്. ഓക്കെ, അപ്പോൾ ഈസ്ട്രസ് സൈക്കിളും ഉണ്ട്, നമുക്ക് ഈസ്ട്രസ് സൈക്കിളും ഉണ്ട്, മെൻസ്ട്രൽ സൈക്കിളും ഉണ്ട് അല്ലേ? ഈസ്ട്രസ് സൈക്കിളും ഉണ്ട്, മെൻസ്ട്രൽ സൈക്കിളും ഉണ്ട്. ഈസ്ട്രസ് സൈക്കിളും ഉണ്ട്, നമുക്ക് മെൻസ്ട്രൽ സൈക്കിളും ഉണ്ട്. അപ്പം ഈ ഈസ്ട്രസ് സൈക്കിളിൽ എന്താണ്? ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുമ്പം അവരിലെ ഇപ്പം നമ്മൾക്കറിയാം മെൻസ്ട്രൽ പീരിയഡിൻ്റെ സമയത്ത് നമ്മളുടെ വോമ്പിൽ അവർ എൻഡോമെട്രിയം എന്ത് ചെയ്യും? സ്ലോ ഓഫ് ചെയ്തിട്ട് ബ്ലഡിൻ്റെ കൂടെ പുറത്തേക്ക് പോകും അല്ലേ? പക്ഷേ ഈസ്ട്രസ് സൈക്കിൾ ആ ഒരു എൻഡോമെട്രിയം അവരുടെ ബോഡിയിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആരിലൊക്കെയാണ് കാണുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഈസ്ട്രസ് സൈക്കിൾ കാണുന്നത് നോൺ പ്രൈമേറ്റ്സിലാണ്. ദെൻ മെൻസ്ട്രൽ സൈക്കിൾ കാണുന്നത് പ്രൈമേറ്റ്സിലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതായിരിക്കും? ഇപ്പം ഒരു ചെറിയ ക്ലൂ കിട്ടിയില്ലേ? ഏതാണ്? ഇറ്റ് ഈസ് കൗസ് ആൻഡ് ഷീപ്പ്. കൗലും ഷീപ്പിലൊക്കെ ഈസ്ട്രസ് സൈക്കിളാണ് കാണുന്നത്. ഹ്യൂമൻസ്, മങ്കീസ്, ചിമ്പാൻസി, ഗൊറില്ലൊക്കെ പ്രൈമേറ്റ്സ് ആണ്. അവരിൽ മെൻസ്ട്രൽ സൈക്കിളാണ് കാണുന്നത്. നൺ ഓഫ് ദീസ് അല്ല. ഇത് രണ്ടും പ്രൈമേറ്റ് ആണ്. പ്രൈമേറ്റ്സ്. ഇത് നോൺ പ്രൈമേറ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ഷോ മെൻസ്ട്രൽ സൈക്കിൾ? ഇതിൽ ഏത് ആനിമൽസ് ആണ് മെൻസ്ട്രൽ സൈക്കിൾ കാണിക്കുന്നത്? ഓപ്ഷൻ എ ഗൊറില്ല ആൻഡ് ചിമ്പാൻസി, ഓപ്ഷൻ ബി മങ്കീസ് ആൻഡ് ഹ്യൂമൻസ്, ഓപ്ഷൻ സി ഒറാങ്ങുട്ടാൻ ആൻഡ് മങ്കീസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ്. ഓൾ ഓഫ് ദീസ്. ഇതിൽ ആരാണ് മെൻസ്ട്രൽ സൈക്കിൾ കാണിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ആരൊക്കെയാണ്? അല്ല, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പ്രൈമേറ്റ്സ് ആണ്. പ്രൈമേറ്റ്സ് ഒക്കെ എന്ത് കാണിക്കും? പ്രൈമേറ്റ്സ് ഒക്കെ മെൻസ്ട്രൽ സൈക്കിൾ ആണ്. അപ്പം ഓൾ ഓഫ് ദീസ്, ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, read the following statement about the reproductive cycle in mammals and select the correct ones. Okay, reproductive phase, മാമൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഫേസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ളത് ചൂസ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഈസ്ട്രസ് സൈക്കിൾ occurs in primate animals. Second, in species with the estrous cycle, females are generally sexually active during estrous phase. Option 3 എന്ന് പറയുന്നത് estrous and menstrual cycle show monthly recurrence. Okay, ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഏതാണ്?
നമ്മളിപ്പോൾ ഇത്രയും നേരം തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒന്ന് ആലോചിച്ചാൽ മതി അല്ലേ? ഈസ്ട്രസ് സൈക്കിൾ ഉണ്ടാകുന്നത് പ്രൈമേറ്റ്സ് ആനിമൽസിനാണോ? അല്ല, ഈസ്ട്രസ് സൈക്കിൾ നോൺ പ്രൈമേറ്റ്സിലാണ് കാണുന്നത്. ഈസ്ട്രസ് സൈക്കിൾ ഒക്കേഴ്സ് ഇൻ നോൺ പ്രൈമേറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Then, in species with the estrous cycle, females are generally sexually active. അല്ലേ? അവർ ഈസ്ട്രസ് സൈക്കിൾ നടക്കുന്ന ആ ഒരു സമയത്ത് മാത്രമായിരിക്കും അവർ സെക്ഷലി ആക്റ്റീവ് ആയിരിക്കുന്നത്. അത് ശരിയാണ്. കാരണം നമ്മളുടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ നോൺ പ്രൈമേറ്റ്സിൽ ഈസ്ട്രസ് സൈക്കിൾ ഉണ്ടാകുമ്പോൾ ആ പീരീഡിലാണ് അവരുടെ സെക്ഷൽ ആക്ടിവിറ്റി കൂടുതലുള്ളത്. അപ്പം അത് ശരിയാണ്. Then, estrous cycle and menstrual cycle show monthly recurrence. ഇല്ല അല്ലേ, മെൻസ്ട്രൽ സൈക്കിൾ മാത്രമാണ് മന്ത്ലി റെക്കറൻസ് ഉള്ളത്. ഈസ്ട്രസ് സൈക്കിൾ മന്ത്ലി ഉണ്ടാവില്ല, ഓരോ പീരിയഡ് ആയിരിക്കും. ഓക്കെ, അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഓപ്ഷൻ 2 ഓൺലി ഈസ് കറക്റ്റ്. ദാറ്റ് ഇസ് ഓപ്ഷൻ സി. 2 ഓൺലി ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓർഗാനിസം റീപ്രൊഡ്യൂസിങ് ത്രൂ ഔട്ട് ദ ഇയർ ആർ കോൾഡ് ഡാഷ് ബ്രീഡേഴ്സ്. അതിനൊരു എക്സാമ്പിളും പറയണം. Then, and those show a recurring sexual activity are called dash breeder. And അതിന് എക്സാമ്പിളും പറയണം. ഓക്കെ, അപ്പം 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുമുണ്ട്. അപ്പം ത്രൂ ഔട്ട് ദ ഇയർ അവർ എന്താ പറയുക, റീപ്രൊഡ്യൂസ് ചെയ്യുന്നവർ എന്താണ് പറയുക, അതിനൊരു എക്സാമ്പിൾ. ആൻഡ് പെർട്ടിക്കുലർ പീരിയഡിൽ മാത്രം റീപ്രൊഡ്യൂസ് ചെയ്യുന്നവർ എന്ത് ബ്രീഡേഴ്സ് എന്നാണ് പറയുക, അതിനൊരു എക്സാമ്പിൾ കറക്റ്റായിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. ഏതാണ്? ഓർഗാനിസം റീപ്രൊഡ്യൂസിങ് ത്രൂ ഔട്ട് ദ ഇയർ അല്ലേ, കണ്ടിന്യൂസ്ലി അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ആരാണ്? കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആണല്ലോ അവർ, കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആണ്. ഓക്കെ, ദെൻ ആൻഡ് ദോസ് ഷോ റെക്കറിങ് സെക്ഷൽ ആക്ടിവിറ്റീസ്. ഓരോ സീസണിൽ മാത്രം റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ആവുന്നവരാണ് സീസണൽ ബ്രീഡേഴ്സ് അല്ലേ, സീസണൽ ബ്രീഡേഴ്സ്. ഇവിടെ 2 ഓപ്ഷൻ എക്സാമ്പിൾസ് ഉണ്ട്, അത് നിൽക്കട്ടെ. അപ്പം നമുക്ക് കണ്ടിന്യൂസും സീസണലും കിട്ടി അല്ലേ. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. ഇവിടെ സീസണൽ പറഞ്ഞുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല, ഈ സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. ദെൻ നമുക്ക് ബാക്കി നോക്കിയാൽ മതി അല്ലേ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്പാരോ കണ്ടിന്യൂസ് ബ്രീഡർ ആണോ? അല്ല, അവരൊരു പെർട്ടിക്കുലർ സീസണിൽ മാത്രമേ ബ്രീഡ് ചെയ്യുള്ളൂ. പക്ഷേ ഹ്യൂമൻസോ, നമ്മളെന്താണ്? നമ്മൾ കണ്ടിന്യൂസ് ബ്രീഡറാണ്, നമുക്ക് ഏത് സമയത്തും റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? കണ്ടിന്യൂസ് ആണ്, അതിനൊരു എക്സാമ്പിൾ ആണ് മാൻ. ദെൻ സീസണൽ ബ്രീഡറിൻ്റെ എക്സാമ്പിൾ ആണ് ഫ്രോഗ് അല്ലേ. നിങ്ങൾ മഴക്കാലത്തൊക്കെ ഒരു സൗണ്ട് കേൾക്കാറില്ലേ? അപ്പോൾ ആ ഒരു സീസണിൽ മാത്രമാണ് അവരെന്ത് ചെയ്യുന്നത്? റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ സി എവിടെ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. കണ്ടിന്യൂസ് ബ്രീഡർ മാൻ ആണ്, സീസണൽ ബ്രീഡർ ഫ്രോഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവിപാരി ഇസ് ഫൗണ്ട് ഇൻ. ഓക്കെ, വിവിപാരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പ്രസവിച്ച് മുലയൂട്ടുന്നവരെയാണ് നമ്മൾ വിവിപാരിറ്റി എന്ന് പറയുന്നത് അല്ലേ. ഒവിപാരസും ഉണ്ട്, വിവിപാരസും ഉണ്ട്. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നവരാണ് എന്ത്? ഒവിപാരസ്. വിവിപാരസ് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മളൊക്കെ ഹ്യൂമൻസ് ഒക്കെ എന്താണ്? വിവിപാരസ് ആണ് അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ബാറ്റ് ഉണ്ട്, ലിസാർഡ്, ഫ്രോഗ്, ബേർഡ്സ്. ഇതിൽ ആരാണ് വിവിപാരി ആയിട്ടുള്ളത്? ഓക്കെ, ആരാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ. ഭയങ്കര ജനറൽ ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. കാരണം എന്താണ്? മാമൽസ് ഒക്കെ എന്താണ്? മാമൽസ് ഒക്കെ വിവിപാരി ആണ്. അതിനൊരു എക്സെപ്ഷൻ എന്നുള്ളത് ഏതാണ്? പ്ലാറ്റിപ്പസ് ആണ് അതിനൊരു എക്സെപ്ഷൻ. ഒവിപാരസ് ആയിട്ടുള്ള മാമലാണ് പ്ലാറ്റിപ്പസ്. മാമലാണ്, പക്ഷേ ഒവിപാരസ് ആണ്. അതിനൊരേ ഒരു എക്സെപ്ഷൻ ഉള്ളത് നമ്മളുടെ പ്ലാറ്റിപ്പസ് ആണ്. ബാക്കിയൊക്കെ എന്താണ്? മാമൽസ് ഒക്കെ വിവിപാരി ആണ്. ഇതൊക്കെ എന്താണ്? വേറെയാണ്. ഇത് റെപ്റ്റൈൽ ആണ്, ആംഫീബിയൻ ആണ്, ഏവ്സ് ആണ്. ദിസ് ഇസ് മാമൽസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In these animals, the female retain the egg inside in its body. അപ്പോൾ ഈ ഫീച്ചേഴ്സ് നല്ലോണം നോക്കണേ. ഫീമെയിൽ റീറ്റെയിൻ, ഓക്കെ, ഓക്കെ, അപ്പോൾ ഫീച്ചേഴ്സ് നല്ലപോലെ നോക്കാം. ഫീമെയിൽ റീറ്റെയിൻ എഗ് ഇൻസൈഡ് ഇറ്റ്സ് ബോഡി. ഫീമെയിൽ എഗ് അതിൻ്റെ ബോഡിയുടെ ഉള്ളിൽ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ദെൻ ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാലും, ഓക്കെ, സെൻറ്റൻസ് ഇങ്ങനെയാണ്. ഫീമെയിൽ റീറ്റെയിൻ ദ എഗ് ഇൻസൈഡ് ഇറ്റ്സ് ബോഡി ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. അതായത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഫീമെയിൽ എന്ത് ചെയ്യും? എഗ് ബോഡീനുള്ളിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ എംബ്രിയോ ഇൻസൈഡ് ദ ബോഡി വിത്തൗട്ട് പ്രൊവൈഡിങ് എക്സ്ട്രാ നറിഷ്മെൻറ്റ്. ഓക്കെ, ഫീമെയിലിൻ്റെ ബോഡിയുടെ ഉള്ളിൽ തന്നെ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും എഗ്ഗ് റിട്ടേൺ ചെയ്യും, പക്ഷേ എക്സ്ട്രാ നറിഷ്മെൻ്റ് ഒന്നും കൊടുക്കില്ല. ഓക്കെ,
to the development of the embryo as the placenta absent ആയതുകൊണ്ട്. കാരണം പ്ലാസൻറ്റ നമ്മളുടെ കണ്ടീഷനിലൊക്കെ നമുക്കറിയാം പ്ലാസൻറ്റ ത്രൂ ആണ് എംബ്രിയോയ്ക്ക് എന്ത് കിട്ടുന്നത്, നറിഷ്മെൻറ്റ് കിട്ടുന്നത് അല്ലേ. പക്ഷേ പ്ലാസൻറ്റ ആബ്സെൻ്റ് ആയതുകൊണ്ട് എക്സ്ട്രാ നറിഷ്മെൻ്റ് ഒന്നും കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും എഗ്ഗ് എന്ത് ചെയ്യും, ഫീമെയിലിൻ്റെ ബോഡിയുടെ ഉള്ളിൽ തന്നെ റീറ്റെയിൻ ചെയ്യും. ആ ഒരു കണ്ടീഷന് നമ്മൾ എന്താ പറയുക, ഒവിപാരസ്, വിവിപാരസ്, ഓവോവിവിപാരസ്, നൺ ഓഫ് ദീസ്. ഇതിലേതാണ് ഈ ഒരു കണ്ടീഷൻ? ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും എഗ്ഗ് ഉണ്ടാകും, പക്ഷേ എക്സ്ട്രാ നറിഷ്മെൻ്റ് ഒന്നുമില്ല. ഓക്കെ, ഏതാണ്? നമുക്കറിയാം വിവിപാരസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്, അവർക്ക് എഗ്ഗ് എന്ത് ചെയ്യില്ല, എഗ്ഗ് എന്തായിട്ട് മാറും, പക്ഷേ എഗ്ഗ് എംബ്രിയോ ആയിട്ടൊക്കെ സൈഗോട്ട് ഉണ്ട്, എഗ്ഗ് ഉണ്ടാകും, അവിടെ ഫ്യൂഷൻ നടന്നിട്ട് സൈഗോട്ട് ഉണ്ടാകും, സൈഗോട്ട് ഫീമെയിൽ ബോഡിയുടെ ഉള്ളിൽ തന്നെ വളരും. പക്ഷെ നമ്മൾ എക്സ്ട്രാ നറിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ, ത്രൂ പ്ലാസൻറ്റ നറിഷ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്, നറിഷ്മെൻ്റ് ഉണ്ട്. അപ്പം അതല്ല, വിവിപാരസ് അല്ല അല്ലേ. ഒവിപാരസിൽ എങ്ങനെയാണ്, ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ എഗ്ഗ് പുറത്തേക്ക് റിലീസ് ചെയ്യും അല്ലേ. എഗ്ഗ് നോട്ട് റീറ്റെയിൻഡ്, എഗ്ഗ് നോട്ട് റീറ്റെയിൻഡ് ഇൻ ഫീമെയിൽ ബോഡി, in female body after fertilization. Fertilization നടന്നു കഴിഞ്ഞാൽ എഗ്ഗ് അവിടെ റീറ്റെയിൻ ചെയ്യില്ല. Then the answer is ovoviviparous. അതായത് രണ്ടും കൂടി മിക്സ്ഡ് ആണ് അല്ലേ. ഒവിപാരസും ഉണ്ട്, വിവിപാരസും ഉണ്ട്, അത് രണ്ടും കൂടി മിക്സ്ഡ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഒരു കണ്ടീഷൻ. എഗ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാലും എഗ്ഗ് അവിടെ ഉണ്ടാവും, പക്ഷേ എക്സ്ട്രാ നറിഷ്മെൻ്റ് ഇല്ല. ദാറ്റ് ഈസ് ഓവോവിവിപാരസ് ആനിമൽസ്. ദെൻ നൺ ഓഫ് ദീസ് അല്ല, ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In which of the following plants sepals do not fall off after fertilization and remain attached to the fruit? ഓക്കെ, സാധാരണഗതിയിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെപ്പൽസ്, പെറ്റൽസ്, ആൻഡ്രീഷ്യം ഒക്കെ ഫോൾ ഓഫ് ചെയ്യും. ഓക്കെ, പക്ഷെ അങ്ങനെ ഉണ്ടാവാതെ സെപ്പൽസ് റീറ്റെയിൻ ചെയ്യുന്നത് ഇതിൽ ആരുടെ കേസിലാണ്? ഓപ്ഷൻ എ ബ്രിഞ്ചോൾ, ഓപ്ഷൻ ബി കുക്കുംബർ, ഓപ്ഷൻ സി പപ്പായ, ഓപ്ഷൻ ഡി ബിറ്റർ ഗാർഡ്. ഇതിൽ ആർക്കാണ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സെപ്പൽസ് ഫോൾ ഓഫ് ചെയ്യാതെ അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യുന്നത്? അപ്പോൾ ആ ഒരു ഫ്രൂട്ട്, ഇപ്പോൾ ബ്രിഞ്ചോൾ ആണെങ്കിലും കുക്കുർബിറ്റി ആണെങ്കിലും പപ്പായ ആണെങ്കിലും നിങ്ങൾ ആ ഫ്രൂട്ടിൻ്റെ സ്ട്രക്ചർ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, അതെങ്ങനെയാണെന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ കിട്ടും. ഓക്കെ, ആരിലാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ബ്രിഞ്ചോൾ അല്ലേ. ബ്രിഞ്ചോളിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് ഉണ്ടാവുക? ഇങ്ങനെ ഒരു ബോൾ ഉണ്ടാവും, ഒരിതുണ്ടാവും, ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു സാധനം കാണുന്നില്ലേ, ഒരു ഗ്രീൻ കളറിൽ അല്ലേ. ഇതെന്താണ്? ഇതതിൻ്റെ സെപ്പൽസ് ആണ്. ഓക്കെ, ഇപ്പോൾ ബ്രിഞ്ചോളിലാണ് സെപ്പൽസ് എന്ത് ചെയ്യാത്തത്, ഫോൾ ഓഫ് ചെയ്യാത്തത്. കുക്കുംബറിൽ അങ്ങനെയൊന്നും കാണുന്നില്ല, പപ്പായയിലില്ല, ബിറ്റർ ഗാർഡിലില്ല. ഇറ്റ് ഈസ് ഓപ്ഷൻ എ ബ്രിഞ്ചോൾ. Next question. Which of the labeled parts in the transfer section of tomato fruit is diploid? ഇവിടെ രണ്ട് സ്ട്രക്ചർ ലേബൽ ചെയ്തിട്ടുണ്ട്. ടൊമാറ്റോ ഫ്രൂട്ടിൻ്റെ ഒരു ട്രാൻസ്ഫർ സെക്ഷൻ ആണ്. ഈ രണ്ട് കണ്ടീഷനിൽ ഏതൊക്കെയാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ളത്? അപ്പോൾ ആ രണ്ടെണ്ണം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ ഏതാണ് ഡിപ്ലോയിഡ് ഏതാണ് ഹാപ്ലോയിഡ് എന്ന് മനസ്സിലാവുള്ളൂ. എ പറയുന്നത് എക്സ് മാത്രം ഡിപ്ലോയിഡ് ആണെന്നാണ്. ഓപ്ഷൻ ബി വൈ മാത്രമാണ് ഡിപ്ലോയിഡ് എന്നാണ്. ഓപ്ഷൻ സി ബോത്ത് എക്സ് ആൻഡ് വൈ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഓക്കെ, ഇതിൽ ഏതാണ് ഡിപ്ലോയിഡ് ആയിട്ടുള്ളത്? അപ്പോൾ ഈ എക്സ് ആൻഡ് വൈ നമുക്ക് അറിയണം അല്ലേ. എക്സ് എന്താണ്? എക്സ് ആക്ച്വലി ഇസ് ദി ഒവ്യൂൾ അല്ലേ. വൈ എന്ന് പറയുന്നത് പെരികാർപ്പാണ്, നമ്മളുടെ ഓവറി വോളാണ് അല്ലേ. ഈ ഒവ്യൂളിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? നമ്മളുടെ മെഗാസ്പോം അതർ സെൽസ് ഉള്ളത്. ഇതിന് റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? എഗ് ഒക്കെ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഒവ്യൂൾ എന്തായാലും എന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും അല്ലേ, കാരണം ഇതിനാണ് റിഡക്ഷൻ ഡിവിഷൻ നടക്കുന്നത്. ദെൻ പെരികാർപ്പ് ഇസ് ഓൾസോ ഡിപ്ലോയിഡ്. സോ ദാറ്റ് ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ബോത്ത് എക്സ് ആൻഡ് വൈ ആർ ഡിപ്ലോയിഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Again അങ്ങനത്തെ ഒരു സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. റെഫർ ടു ദ ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ഓവറി ഓഫ് മസ്റ്റാർഡ് പ്ലാന്റ്. ഓക്കെ, നേരത്തെ ടൊമാറ്റോ ആണ്, ഇത് മസ്റ്റാർഡ് പ്ലാന്റിൻ്റെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്. മസ്റ്റാർഡ് പ്ലാന്റ് ട്രാൻസ്ഫർ സെക്ഷൻ ഓഫ് ഓവറി ആണ് തന്നിരിക്കുന്നത്. ഐഡൻറ്റിഫൈ എക്സ് ആൻഡ് വൈ. എക്സ് ഏതാണ്, വൈ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. എക്സ് എ പറയുന്നത് സീഡാണ് എക്സ് എന്നാണ്, ബി പറയുന്നത് പെരികാർപ്പാണ് എക്സ്,
സി പറയണത് സീഡ് എക്സ്, ഡി പറയണത് ഇറ്റ് ഈസ് പ്ലാസെൻഡ എന്നാണ്. ഓക്കെ, ഏതാണ്? അപ്പം നിങ്ങൾക്ക് എന്തായിട്ട് മാറുന്നു എന്നൊക്കെ അറിയണം. എക്സ് എന്താണെന്നും വൈ എന്താണെന്നും അറിയണം. ഓക്കെ, എന്താണ് നമുക്കറിയാം, എക്സ് എന്ന് പറയുന്നത് ഒവ്യൂളാണ് അല്ലേ, ആൻഡ് വൈ എന്ന് പറയുന്നത് പെരികാർപ്പാണ്. വൈ ഇസ് പെരികാർപ്പ് ആണല്ലോ. നിങ്ങൾ ആൻസർ ചെയ്തിട്ട് മാത്രമേ ഇത് നോക്കാവുള്ളൂ കേട്ടോ. എക്സ് എന്ന് പറയുന്നത് ഒവ്യൂളും ആൻഡ് വൈ എന്ന് പറയുന്നത് പെരികാർപ്പും ആണ്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ ഒവ്യൂൾ ഡെവലപ്ഡ് ഇൻ ടു സീഡ് അല്ലേ. പെരികാർപ്പ് അല്ല എക്സ് ഒരിക്കലും, പ്ലാസെൻഡയും അല്ല. ഈ ഒവ്യൂൾ അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചറാണ് പ്ലാസെൻഡ അല്ലേ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതല്ല. അപ്പോൾ ഓപ്ഷൻ ഡിയും ബിയും പോയി. ദെൻ സീഡ് പറയുന്നുണ്ട്, ഇത് രണ്ടും സീഡ് പറയുന്നുണ്ട്. ദെൻ നമുക്ക് നോക്കേണ്ടത് വൈ ആണ്. ഇറ്റ് ഈസ് നോട്ട് ദി ലൊക്യൂൾ, ഇറ്റ് ഈസ് പെരികാർപ്പ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് എക്സ് എന്ന് പറയുന്നത് സീഡും വൈ എന്ന് പറയുന്നത് പെരികാർപ്പും. റൈറ്റ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The wall of the ovary forms, okay, not the ovary but the wall of the ovary. എന്താണ്? പെരികാർപ്പ് ആണോ, എൻഡോസ്പേം ആണോ, ഫ്രൂട്ട് ആണോ, ബോത്ത് എ ആൻഡ് ബി ആണോ? ഓവറിയുടെ വാള് എന്താണ് ഫോം ചെയ്യുന്നത്? ഓക്കെ, wall of the ovary എന്താ ഫോം ചെയ്യുക? ഇറ്റ് ഫോംസ് ദി പെരികാർപ്പ്. ഓപ്ഷൻ എ അല്ലേ. നമുക്കറിയാം ഒവ്യൂൾ എന്തായിട്ട് മാറും? ഒവ്യൂൾ ഡെവലപ്ഡ് ഇൻ ടു സീഡ് അല്ലേ. ഓവറി എന്തായിട്ട് മാറും? ഓവറി ഡെവലപ്ഡ് ഇൻ ടു ഫ്രൂട്ട്, സൈഗോട്ട് ഡെവലപ്ഡ് ഇൻ ടു എംബ്രിയോ, ദെൻ നമ്മളുടെ ഓവറി വാൾ ഫ്രൂട്ടിൻ്റെ ഔട്ടർ കവറിങ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് പെരികാർപ്പ്. പെരികാർപ്പ്. ഓക്കെ, അപ്പം ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ, എന്തൊക്കെ എന്തായിട്ട് മാറുന്നതെന്ന്. സൈഗോട്ട് എംബ്രിയോ ആകും, ഒവ്യൂള് സീഡ് ആകും, ഓവറി ഫ്രൂട്ട് ആകും, ഓവറി വാള് പെരികാർപ്പ് ആവും. ദാറ്റ് ഈസ് ഓപ്ഷൻ എ, പെരികാർപ്പ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statement is not correct regarding oviparous animals? Oviparous animalsനെ കുറിച്ച് പറയുന്നതിൽ ഇതിലേതാണ് കറക്റ്റ് അല്ലാത്തത്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. ഓപ്ഷൻ എ, ഫീമെയിൽസ് ലേ ഫെർട്ടിലൈസ്ഡ് ഓർ അൺഫെർട്ടിലൈസ്ഡ് എഗ് അറ്റ് എ സേഫ് പ്ലേസ്. ഓപ്ഷൻ ബി, ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ടേക്സ് പ്ലേസ് ഔട്ട്സൈഡ് ദ ഫീമെയിൽ ബോഡി. Option C, examples of oviparous animals are all birds, most reptiles and egg-laying mammals. Okay, option D, none of these. ഇതിൽ ഏതാണ് oviparous animalsനെ കുറിച്ച് പറയുന്നതിൽ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഏതാണ് മക്കളെ? ഇതിലെല്ലാം oviparous ആനിമൽസിനെ കുറിച്ച് പറയുന്നതിൽ ശരിയാണ്, ഇതിലൊന്നും തെറ്റായിട്ടില്ല. സോ നൺ ഓഫ് ദീസ് ഇസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി അല്ലേ. ഫീമെയിൽസ് അൺഫെർട്ടിലൈസ്ഡോ ഫെർട്ടിലൈസ്ഡോ ആയിട്ടുള്ള എഗ്ഗ് പുറത്തേക്ക് റിലീസ് ചെയ്യും. ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് നടക്കുന്നത് ഔട്ട്സൈഡ് ഫീമെയിൽ ബോഡിയാണ്. ആൻഡ് oviparous ആനിമൽസിന് എക്സാമ്പിൾ ആണ് ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ്, എഗ് ലേയിങ് മാമ്മൽസ്. എഗ് ലേയിങ് മാമ്മൽ ഏതാണ്? പ്ലാറ്റിപ്പസ്. അപ്പം നൺ ഓഫ് ദീസ് ഇസ് ദി കറക്റ്റ് ആൻസർ. Okay, next question. Deposition of calcareous shell around zygote occurs in birds and reptiles ആണോ, birds and mammals ആണോ, mammals and reptiles ആണോ, all of these ആണോ? ഇതിൽ ഏതിൻ്റെ കേസിലാണ് ഈ എഗ്ഗിന് റിലീസ് ചെയ്ത എഗ്ഗിന് ഒരു കാൽക്കാരിയസ് ഷെല്ലിൻ്റെ കവറിങ് ഉള്ളത്? കാൽക്കാരിയസ് എന്ന് പറയുമ്പോൾ കാൽഷ്യം ഷെല്ല്. ഓക്കെ, അതിൻ്റെ കവറിങ് ഉള്ളത് ഇത് ഏതിൻ്റെ കേസിലാണ്? ആർക്കാണ്? നമുക്കറിയാം അല്ലേ, ബേർഡ്സിൻ്റെയും റെപ്റ്റൈൽസിൻ്റെയും കേസിലാണ്. ബേർഡ്സിനാണെങ്കിൽ ഇപ്പോൾ ബേർഡ്സിൻ്റെ മുട്ടയ്ക്ക് ഇങ്ങനെയുണ്ട്, ഒരു പുറമേ ഒരു വൈറ്റ് ഷെല്ലിൻ്റെ കവറിങ് ഉണ്ടല്ലോ. അതേപോലെ റെപ്റ്റൈൽസിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളുടെ ടോട്ടോയ്സ് അല്ലേ, ആമയുടെ മുട്ട, അതേപോലെ സ്നേക്കിൻ്റെ മുട്ടയ്ക്കൊക്കെ എന്തുണ്ട്? ഒരു കാൽക്കാരിയസ് ഷെല്ലിൻ്റെ കവറിങ് ഉണ്ട്. ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. കാരണം ബേർഡ്സ് ഇവിടെ ശരിയാണ്, പക്ഷെ മാമൽസിന് എന്തില്ല? മാമൽസിൻ്റെ എഗ്ഗിന് ഷെല്ലില്ല. അപ്പോൾ ഇത് തെറ്റാണ്. ഇവിടെ മാമൽസ് വന്നുകൊണ്ട് ഇത് തെറ്റാണ്. ഓൾ ഓഫ് ദീസ് അല്ല. ദ റൈറ്റ് ആൻസർ ഇസ് ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Read the following statements and select the correct option. നന്നായിട്ട് 2 സ്റ്റേറ്റ്മെൻറ്റ്സ് വായിക്കുക, എന്നിട്ട് ഏതാണെന്ന് ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക. Statement 1. Viviparous animals give better protection to their offsprings. Statement 2. In viviparous animals, young ones, after attaining a certain stage of growth, are delivered to the outside of the female body. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിക്കുക, എന്നിട്ട് ഓപ്ഷൻസ് ചൂസ് ചെയ്യുക. 2 ശരിയാണോ, 1 തെറ്റാണ്, 2 ശരിയാണ്, അങ്ങനെ ഏതാണെന്നുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഓപ്ഷൻ എ പറയുന്നത് 2ഉം ശരിയാണെന്നാണ്. ഓപ്ഷൻ ബി പറയുന്നത് 1 കറക്റ്റാണ്, 2 ഇൻകറക്റ്റാണ്. ഓപ്ഷൻ സി പറയുന്നത് 1 ഇൻകറക്റ്റും 2 കറക്റ്റും ആണെന്നാണ്. ഓപ്ഷൻ ഡി 2ഉം തെറ്റാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വിവിപാരിന് ആ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ ഇത് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഏതാണ് നോക്ക്, ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, വിവിപാരസ് ആനിമൽസ് ഗിവ് ബെറ്റർ പ്രൊട്ടക്ഷൻ ടു ദിയർ ഓഫ്സ്പ്രിങ് അല്ലേ. ഓഫ്സ്പ്രിങ്സിന് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻസിൻ്റെ കേസിൽ ഇപ്പം എന്താ പറയുക, പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എംബ്രിയോയ്ക്ക് ഓഫ്സ്പ്രിങ്ങിന് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നില്ലേ, കാരണം ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡിയാണ്. അപ്പം ഇത് റൈറ്റാണ്. ഹ്യൂമൻസ് മാത്രമല്ല കേട്ടോ, നമ്മളുടെ ഗൊറില്ല ആൻഡ് ലയൺ, ടൈഗർ, ഇതൊക്കെ എന്താണ് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ഇനി വിവിപാരസ് ആനിമൽസ് യങ് വൺസ് ആഫ്റ്റർ അറ്റൈനിങ് എ സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് അല്ല, ഒരു പെർട്ടിക്കുലർ പീരിയഡ് ഓഫ് ഗ്രോത്ത് കഴിയുമ്പോഴാണ് അവർ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. ഹ്യൂമൻസിൻ്റെ കേസിലാണെങ്കിൽ ഒരു 9 months ഓഫ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ, ഒരു സർട്ടൻ പീരിയഡ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞിട്ടാണ് അവർ പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പം ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select the option which shows viviparous animals only. viviparous animals മാത്രം ഏതാണ് ഇതിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ലിസാർഡ്, ടർട്ടിൽ. ഓപ്ഷൻ ബി പ്ലാറ്റിപ്പസ്, ക്രോക്കഡൈൽ. ഓപ്ഷൻ സി കൗ, ക്രോക്കഡൈൽ. ഓപ്ഷൻ ഡി വെയിൽ, മൗസ്. ഓക്കെ, ഇതിലേതാണ് വിവിപാരസ് ആനിമൽസ് മാത്രം? ഓക്കെ, ഏതാണ്? ഇവിടെ പ്ലാറ്റിപ്പസ് വന്നു അല്ലേ. പ്ലാറ്റിപ്പസ് എന്താണ്? എഗ് ലേയിങ് ആയിട്ടുള്ള മാമലാണ്. എഗ് ലേയിങ് മാമലാണ് പ്ലാറ്റിപ്പസ്, എഗ് ലേയിങ് മാമൽ. അപ്പോൾ അത് വിവിപാരസ് അല്ല, ഇറ്റ് ഇസ് ഒവിപാരസ്. ദെൻ ടർട്ടിൽ എന്താണ്? ഇറ്റ് ഇസ് ഒവിപാരസ്. ദെൻ കൗ, ക്രോക്കഡൈൽ, ഇറ്റ് ഇസ് ഒവിപാരസ്. കൗ അല്ല, ക്രോക്കഡൈൽ ഒവിപാരസ് ആണ്. ദെൻ വെയിൽ അല്ലേ, വെയിൽ എന്താണ്? ഇറ്റ് ഇസ് എ മാമൽ ആൻഡ് ഇറ്റ് ഇസ് വിവിപാരസ്. മൗസ്, ഇറ്റ് ഇസ് എ വിവിപാരസ്. ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി. വിവിപാരസ് മാത്രമായിട്ടുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ ഒരു കേസിലൊക്കെ എന്ത് വന്നു? 2 എക്സെപ്ഷൻസ് ഒക്കെ വന്നു അല്ലേ. ഇത് മാത്രമായിട്ടുള്ളത് ഏതാണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. വിവിപാരസ് ആനിമൽസ് മാത്രമുള്ളത്. ഓക്കെ, അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഏതെങ്കിലും കാണുമ്പോൾ ഇത് വിവിപാരസ് ആണെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ടിക്കറ്റ് പോകരുത്. 2 വിവിപാരസ് ആയിട്ടുള്ളത് വേണം ചൂസ് ചെയ്യാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ആനിമൽസ് ഗിവ് ബർത്ത് ടു യങ് വൺസ് അല്ല. ഗിവ് ബർത്ത് ടു യങ് വൺസ് എന്ന് പറയുമ്പം വിവിപാരസ് ആയിട്ടുള്ളത് ആരാണെന്ന് തന്നെയാണ് ഇൻഡയറക്ട്ലി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വിവിപാരസ് ആയിട്ടുള്ളത് തന്നെയാണ് എഴുതണ്ടേ. ഏത് ഓപ്ഷൻ ആണെന്നാണ് ചോദിച്ചത്. അപ്പം ഇതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഇവിടെ തന്നിരിക്കുന്നത്, അതിൻ്റെ റിയൽ നെയിം അല്ല, സയൻറ്റിഫിക് നെയിമാണ് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവണം. ഓക്കെ, അപ്പോൾ ഹോമോസാപ്പിയൻസ് ആരാണ്? ഹോമോസാപ്പിയൻസ് മാൻ ആണ് അല്ലേ. നമ്മളുടെ ഹ്യൂമൻസിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഹോമോസാപ്പിയൻസ്. ദെൻ ബലാനോപ്റ്റിറ എന്ന് പറഞ്ഞത് ആരാണ്? വെയിലാണ്. നമ്മളുടെ നീലത്തിമിംഗലമാണ് എന്തെന്ന് പറഞ്ഞാൽ ബലാനാപ്റ്റിറ. ഇവർ രണ്ടുപേരും വിവിപാരസ് ആണ്. അപ്പോൾ ഓപ്ഷൻ സി എന്തായാലും ഉണ്ട്. ദെൻ ഓർണിത്തോറിങ്കസ് എന്ന് പറയുന്നത് പ്ലാറ്റിപ്പസ് ആണ്. പ്ലാറ്റിപ്പസ് ഇസ് എൻ എഗ് ലേയിങ് മാമലാണ്. പ്ലാറ്റിപ്പസ് ഒവിപാരസ് ആണ്. ഓക്കെ, ദെൻ എക്കിഡ്ന എന്ന് പറഞ്ഞാൽ നമ്മളുടെ മുള്ളൻ പന്നിയാണ്. മുള്ളൻ പന്നി ഒവിപാരസ് ആണ്. ഇറ്റ് ഇസ് ഒവിപാരസ്. ദെൻ മാർക്കോപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കങ്കാരു ആണ്, കാങ്ക്രൂ എന്നൊക്കെ പറയാം. ടിറോപ്പസ് എന്താണ്? ഫ്ലൈയിങ് ഫോക്സ് ആണ്, ഫ്ലൈയിങ് ഫോക്സ്. ഇതെന്താണ്? മാക്രോപ്പസും ടിറോപ്പസും മാമൽസ് ആണ്. ദേ ആർ വിവിപാരസ്. അപ്പോൾ ഓപ്ഷൻ ബി ആൻഡ് സി, ദാറ്റ് ഇസ് ഓപ്ഷൻ ഡി ഇസ് ദി ആൻസർ.
അപ്പോൾ ഇത് ആദ്യം കാണുമ്പോൾ ഹോമോസാപ്പിയൻസും ഉണ്ട് ബലാനോപ്റ്റീറും ഉണ്ട്, രണ്ടും വിവിപാരസ് ആണ്, ഓപ്ഷൻ സി എന്ന് നമ്മൾ അറിയാതെ ടിക്കിട്ട് പോകും. ഇത് നമുക്ക് ഈ ഒരു സയൻറ്റിഫിക് നെയിം അറിയില്ല എങ്കിൽ, മാക്രോപ്പസ് എന്ന് പറയുന്നത് കങ്കാരു ആൻഡ് ടിറോപ്പസ് എന്ന് പറയുന്നത് ഫ്ലൈയിങ് ഫോക്സും അവർ മാമൽസ് ആണെന്നുള്ളത് നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് ടിക്കിട്ട് പോകും അല്ലേ, സി. അപ്പം അങ്ങനെ ചെയ്യരുത്, ഇത് അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ ബി ആൻഡ് സി ഇസ് ദി കറക്റ്റ് ആൻസർ. അവർ രണ്ടുപേരുമാണ് വിവിപാരസ് ആയിട്ടുള്ളത്, യങ് വൺസിന് പ്രസവിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദ ലോങ്സ്റ്റ് ലൈഫ് സ്പാൻ? ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത്? ഓക്കെ, അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ലൈഫ് സ്പാൻ്റെ ആ ഒരു ടേബിൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ആർക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത്? ആർക്കാണ്? അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു ടേബിൾ ഓർമ്മയുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ബാനിയൻ ട്രീക്ക് എത്രയാണ്? 200 to 300 ഇയേഴ്സ് ആണ് അവരുടെ ലൈഫ് സ്പാൻ അല്ലേ. ടോട്ടോയ്സിന് എത്രയാണ്? ടോട്ടോയ്സിന് ഒരു 150 ഇയേഴ്സ് ആണ് അവരുടെ ലൈഫ് സ്പാൻ. ആൻഡ് പാരറ്റിന് 140 ഇയേഴ്സ് ആണ് അല്ലേ. ആൻഡ് എലിഫൻറ്റിന് 60 to 75 ഇയേഴ്സ് ആണ്. സോ ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ? ഇറ്റ് ഇസ് ഫോർ ബാനിയൻ ട്രീ, നമ്മളുടെ ആൽമരം അല്ലേ. ആൽമരത്തിനാണ് ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഉള്ളത്. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിച്ചിരിക്കുകയാണ്, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Dash is a life process that is not essential for an individual's survival but for the survival of species. ഓക്കെ, ഇതിൽ ഏത് ലൈഫ് പ്രോസസ് ആണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ സർവൈവലിന് ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ ഒരു സ്പീഷീസിൻ്റെ സർവൈവലിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഇതിൽ ഏത് സ്പീഷീസ് അല്ല, ഏത് ഓപ്ഷനാണ്? Not essential for individual survival but for the survival of species. ആ ഒരു സ്പീഷീസ് സർവൈവ് ചെയ്യണമെങ്കിൽ ഇതിൽ ഏതോ ഒരു ഫീച്ചർ എസെൻഷ്യൽ ആണ്, പക്ഷെ ആ ഒരു ഇൻഡിവിജ്വലിന് എടുക്കുകയാണെങ്കിൽ അതില്ലെങ്കിലും ജീവിക്കാം. അങ്ങനെയുള്ളത് ഇതിൽ ഏതാണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ ബി അല്ലേ. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇല്ലെങ്കിൽ ജനറേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ ആ റീപ്രൊഡക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ ആ സ്പീഷീസേ ഇല്ലാതെ ആയിപ്പോകും. അപ്പോൾ പക്ഷേ ഒരു ഇൻഡിവിജ്വലിനെ നോക്കുകയാണെങ്കിലോ, ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ റീപ്രൊഡ്യൂസ് ചെയ്തില്ലെങ്കിലും എനിക്ക് ജീവിക്കാം അല്ലേ. അപ്പോൾ ഏതൊരു ഓർഗാനിസം എടുത്താലും റീപ്രൊഡക്ഷൻ ഇസ് നോട്ട് എൻ എസെൻഷ്യൽ ഫീച്ചർ ഓഫ് ലിവിങ് അല്ലേ. അവർക്ക് റീപ്രൊഡക്ഷൻ ഇല്ലെങ്കിലും ജീവിക്കാം. പക്ഷേ ഒരു സ്പീഷീസിൻ്റെ കണക്കെടുക്കുമ്പം അവർക്ക് റീപ്രൊഡക്ഷൻ ഇല്ലാതെ ആ സ്പീഷീസ് സർവൈവ് ചെയ്യില്ല. സോ ഓപ്ഷൻ ബി, റീപ്രൊഡക്ഷൻ ഇസ് ദി ആൻസർ. ഗ്രോത്ത് അല്ല, റെസ്പിറേഷൻ അല്ല. ഒരു സ്പീഷീസ് സർവൈവ് ചെയ്യാൻ ഇത് വേണമെന്നില്ല, പക്ഷെ ഒരു ഇൻഡിവിജ്വൽ സർവൈവ് ചെയ്യാൻ റെസ്പിറേഷനും ഗ്രോത്തും ന്യൂട്രീഷനൊക്കെ വേണം. പക്ഷേ ഫോർ ദ സർവൈവൽ ഓഫ് സ്പീഷീസ് റീപ്രൊഡക്ഷൻ ഇസ് വെരി എസെൻഷ്യൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെഫർ ടു ദ ഗിവൺ ഫിഗേഴ്സ് ആൻഡ് സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്, എന്നിട്ട് നിങ്ങൾ ഇതിനെ നോക്കിയിട്ട് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓപ്ഷൻ എ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് പാർത്തനോജനസിസ് ആണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ബി ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഓപ്ഷൻ സി ദ ഓഫ്സ്പ്രിംഗ് പ്രൊഡ്യൂസ്ഡ് ക്യാൻ ഓൾസോ ബി കോൾഡ് ആസ് ക്ലോൺസ്. ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. അപ്പോൾ ഈ ഒരു പിക്ചർ നോക്കുക, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള പിക്ചറാണ്. ഈ പിക്ചർ നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ. റെഡി? ഏതാണ്? ഇതൊരു പാർത്തനോജനസിസ് ആണോ? അല്ല അല്ലേ. പാർത്തനോജനസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എഗ്ഗ് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ അല്ലേ. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എഗ്ഗ് ഫീമെയിൽ ഗ്യാമേറ്റ് ഒരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാർത്തനോജനസിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ശരിയാണ് അല്ല, ഇതൊരു ടൈപ്പ് ഓഫ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്. ദാറ്റ് ഈസ് ബഡ്ഡിങ് ആണ് അല്ലേ. നോക്കൂ, ഇതാണ് പാരന്റ് ബോഡി. പാരന്റ് ബോഡിയുടെ എന്തുണ്ടാകുന്നുണ്ട്? ഈ പാരന്റ് ബോഡിയുടെ മുകളിൽ ഒരു കുഞ്ഞ് ബഡ് ഉണ്ടാകും. ഈ ബഡ് ഗ്രോ ചെയ്ത് ആദ്യം ന്യൂക്ലിയസ് സ്പ്ലിറ്റായി അല്ലേ. ന്യൂക്ലിയസ് സ്പ്ലിറ്റായിട്ട് ഈ ബഡിൻ്റെ ഉള്ളിലേക്ക് ന്യൂക്ലിയസ് വരും, അത് ഗ്രോ ചെയ്തത് സെപ്പറേറ്റ് ആയിട്ട് മാറും. അങ്ങനെ ഒരു സെപ്പറേറ്റ് ഓർഗാനിസം ഉണ്ടാകുന്ന ഈ ഒരു പ്രോസസ്സാണ്. ഇതൊരു എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ദാറ്റ് ഇസ് ബഡ്ഡിങ്. ആരിലൊക്കെ കാണുന്നുണ്ട്? ഈസ്റ്റിലും ഹൈഡ്രയിലും ഒക്കെ കാണുന്ന ഒരു പ്രോസസ്സാണ് ബഡ്ഡിങ്. ഈസ്റ്റ്, ഹൈഡ്ര ഇതിലൊക്കെ കാണുന്നുണ്ട്. ഓക്കെ, the offspring produced can also be called as clones
അല്ലേ? ഈ ഒരു ബഡിന് വലുതായി വരുമ്പോൾ ഇതേപോലെ തന്നെ ഇരിക്കും. ഇറ്റ് ഈസ് എക്സാക്ട്ലി ഐഡൻറ്റിക്കൽ, പാരൻറ്റിനെ പോലെ തന്നെ ഇരിക്കും കാണാൻ. അപ്പം അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടന്നാലും വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടന്നാലും ഉണ്ടാവുന്ന ഓഫ്സ്പ്രിങ്സിനെ വി ക്യാൻ കോൾഡ് ഇറ്റ് ആസ് ക്ലോൺസ്. അപ്പം ഈ സ്റ്റേറ്റ്മെൻറ്റും ഇതും ശരിയാണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ് അപ്പം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ബോത്ത് ബി ആൻഡ് സി. അപ്പം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ ആദ്യം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ശരിയാണെന്ന് പറഞ്ഞ് ഓപ്ഷൻ ബി ടിക്കിട്ട് പോയാൽ തെറ്റും. കാരണം ഇതും ശരിയാണ്, ബോത്ത് ബി ആൻഡ് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ബോത്ത് ബി ആൻഡ് സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, then next question, refer to the given figures and select the correct option. ഇവിടെ 4 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ഈ 4 നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫിഗേഴ്സ് ആണ്. ഏതൊക്കെ ഉണ്ടോ? എ ബി സി എന്നിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. ഓപ്ഷൻ എ, ഇത് ഓപ്ഷൻസ് നിങ്ങൾ കറക്റ്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, then option A, C and D reproduce by budding that include nuclear division only. C and D budding ആണെന്നാണ് പറയുന്നത്. അതിൽ ന്യൂക്ലിയർ ഡിവിഷൻ മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. Then option B, all of these reproduce by the asexual mode of reproduction. ഇതൊക്കെ എന്താണ്? asexual mode of reproduction ആണെന്നാണ് പറയുന്നത്. Then option C, B represent multiple fission in alga. ഇത് multiple fission in alga ആണെന്നാണ് പറയുന്നത്. ഓപ്ഷൻ ഡി, A shows spore formation in monerans. ഇത് spore formation in monerans, ബാക്ടീരിയയിലുള്ള spore formation ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റ്സ്, ഈ പിക്ചേഴ്സിനെ കുറിച്ച് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ നിങ്ങൾ കറക്റ്റ് ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത്. ഏതാണ്? വിച്ച് ഈസ് ദി കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിങ് ദീസ് പിക്ചേഴ്സ്? നമുക്ക് ഓരോന്നും നോക്കാം അല്ലേ. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഓപ്ഷൻ എ പറയുന്നത് സി ആൻഡ് ഡി റീപ്രൊഡ്യൂസ് ബൈ ബഡ്ഡിങ് ദാറ്റ് ഇൻക്ലൂഡ് ന്യൂക്ലിയർ ഡിവിഷൻ ഓൺലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ഡിങ് ആണ് അല്ലേ. ഡി എന്ന് പറയുന്നത് ബഡ്ഡിങ് ആണ്. ഇത് ഈസ്റ്റിലെ ബഡ്ഡിങ് ആണ്, ഇത് ഹൈഡ്രയാണ്. ബഡ്ഡിങ് ആണ് ശരിയാണ്, പക്ഷെ ഇൻക്ലൂഡ് ന്യൂക്ലിയർ ഡിവിഷൻ ഓൺലി. ഇവിടെയാണ് തെറ്റ്. ഇവിടെ എന്തുണ്ട്? സൈറ്റോപ്ലാസവും കൂടി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ശരിയല്ല. ദെൻ ഓപ്ഷൻ ബി, ഓൾ ഓഫ് ദീസ് റീപ്രൊഡ്യൂസ് ബൈ ദ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. ശരിയാണോ? അല്ല, ഇതെന്താണ്? ഇത് കൊണീഡിയോസ്പോസ് ആണ് അല്ലേ ഫോം ചെയ്യുന്നത്. കൊണീഡിയോസ്പോസ് ആണ്, പെനിസീലിയത്തിലാണ് കാണുന്നത്. ഇതൊരു എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഇതോ? ഇത് സ്പോസ് ആണ്, ക്ലമിഡോമോണസിലുള്ള സ്പോസ് ആണ്, ക്ലമിഡോമോണസ്. ഇത് സ്പോസ് ആണ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? ഇത് ബഡ്ഡിങ് ആണ്. ഇതൊക്കെ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ദെൻ സി, ബി റെപ്രസെൻറ്റ് മൾട്ടിപ്പിൾ ഫിഷൻ ഇൻ ആൽഗ. ഇത് മൾട്ടിപ്പിൾ ഫിഷൻ ആണോ? ആൽഗയാണോ? ആൽഗയാണ്, ക്ലമിഡോമോണസ് ആണ്, ഗ്രീൻ ആൽഗയാണ്. പക്ഷേ മൾട്ടിപ്പിൾ ഫിഷൻ അല്ല. എന്താണ്? സ്പോസ് ആണ് ഫോം ചെയ്യുന്നത് അല്ലേ. സ്പോസ് ഫോം ചെയ്യുന്നതാണ്. ദെൻ ഡി, എ ഷോ സ്പോർ ഫോർമേഷൻ ഇൻ മൊനേറ. ഇത് സ്പോർ ഫോർമേഷൻ ഇൻ മൊനേറ ആണെന്നാണ് പറയുന്നത്. സ്പോർ ഫോർമേഷൻ ആണ്, കൊണീഡിയോസ്പോസ് ആണ്. പക്ഷെ എന്തല്ല മൊനേറയിലല്ല. ഇറ്റ് ഈസ് എ ഫംജൈ, ഫംഗസിൽ ഉണ്ടാവുന്ന സ്പോർ ഫോർമേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ദെൻ ബി റെപ്രസെൻറ്റ് മൾട്ടിപ്പിൾ ഫിഷൻ ഇൻ ആൽഗ. മൾട്ടിപ്പിൾ ഫിഷൻ അല്ല നടക്കുന്നത്. അവിടെ പുതിയത് എന്താണ് ഉണ്ടാവുന്നത്? പുതിയ സ്പോസ് ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ആൻസർ ഇസ് ബി, ദാറ്റ് ഈസ് ഓൾ ഓഫ് ദീസ് റീപ്രൊഡ്യൂസ് ബൈ ദ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ. എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഇവർ കാണിച്ചിരിക്കുന്നതൊക്കെ. ഓക്കെ, okay. Then next question, in which one pair both the plants can be vegetatively propagated by leaf pieces? Leaf piecesiലൂടെ വെജിറ്റേറ്റീവ്ലി പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിൽ ആർക്കാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ, ബ്രയോഫില്ലം ആൻഡ് കാലഞ്ചോ. ഓപ്ഷൻ ബി, ക്രൈസാന്തിമം ആൻഡ് എഗേവ്. ഓപ്ഷൻ സി, എഗേവ് ആൻഡ് ഡയോസെറ. ഓപ്ഷൻ ഡി, ബ്രയോഫില്ലം ആൻഡ് അസ്പാർഗസ്. ഇതിൽ ആരാണ് ലീഫ് പീസസ് യൂസ് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ എക്സാമ്പിൾസ് നമ്മൾ ലീഫ് പീസ് യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന റീപ്രൊഡക്ഷൻ്റെ, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ്റെ എക്സാമ്പിൾസ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ,
അല്ലേ? കിട്ടിയോ? ബ്രയോഫില്ലത്തിന് നമ്മൾ എന്താ പറയുക പറഞ്ഞാൽ ഇലമുളച്ചി എന്നാണ് പറയുക അല്ലേ? ഇലമുളച്ചി. ആൻഡ് കാലഞ്ചോ എന്ന് പറയുന്ന പ്ലാന്റും ലീഫ് പീസ് യൂസ് ചെയ്ത് എന്ത് ചെയ്യാണ്? വെജിറ്റേറ്റീവ് ലീവ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. ബാക്കി കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ക്രൈസാന്തിമം, ജമന്തി, സക്കറാണ്. അണ്ടർഗ്രൗണ്ട് സ്റ്റെമ്മിലൂടെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. എഗേവ് ബൾബിലാണ്. ഓക്കെ, എഗേവ് അഗൈൻ ബൾബിൽ, ഡയോസിറ ബൾബിൽ. ബ്രയോഫില്ലം നമ്മൾ പറഞ്ഞു എന്താണ്? ലീഫ് പീസ് ആണ്. എസ്പാർഗസ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഗ്രാസ് ആണ്. ഗ്രാസിൽ റണ്ണറാണ്. ഓക്കെ, ദെൻ ഓപ്ഷൻ എ ബ്രയോഫില്ലം ആൻഡ് കാലഞ്ചോ എന്താണ്? ലീഫ് പീസ് യൂസ് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇല്ല. അപ്പം ഇത്രയാണ് നമ്മൾക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് മാക്സിമം വരാവുന്ന MCQs. അപ്പം ഇത് നിങ്ങൾ ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ഇത് ചെയ്ത് നോക്കാവൂ. NCERTയിലെ ഓരോ ലൈനും വായിച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചില കേസസിലൊക്കെ കുറച്ച് എന്തുണ്ട്, അഡീഷണൽ നോളജ് ഉണ്ട്. ബ്രയോഫില്ലം ആൻഡ് ഡയോസിറ ബൾബിലാണ്, അതേപോലെ തന്നെ നമ്മൾ എഗേവ് ബൾബിലാണ്, അല്ല കാലഞ്ചോ ലീഫ് പീസ് ആണ്. അങ്ങനത്തെ എക്സ്ട്രാ നോളജ് ടെക്സ്റ്റ് ബുക്കിൽ സൈഡിൽ തന്നെ നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, താങ്ക് യു. Exam Winner. Crack your exams with Exam Winner and be a true